ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്കും ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനായിട്ട് കർത്താവിന്റെ പ്രിയപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ഷാജി ജോസഫിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും നടക്കാറുള്ളത് പോലെ ഇന്നത്തെ വിഷയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ചില ആഴ്ചകളിൽ നടത്തിക്കൊണ്ടിരുന്ന അതേ ക്ലാസ്സിന്റെ തന്നെ ബാക്കിയായിട്ടാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ഗ്ലോറി. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് സർവ്വം സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. നമ്മളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മാറി കാണിക്കുകയും ചെയ്യുന്ന വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ നല്ല പിതാവേ, അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ ആ പ്രവൃത്തിയോട് അങ്ങയുടെ ഇഷ്ടത്തോട് ചേർന്ന് നിൽപ്പാനുള്ള കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കുന്നത്. ഈ സന്ദേശം അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ ഹൃദയങ്ങളും എത്തുവാൻ അങ്ങയുടെ ഹിതം നടക്കുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, ഇതിന്റെ ലൈവ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നിക്കൽ വിഷയങ്ങൾ ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. പിശാച് ഒരു വിധത്തിലും ഇതിനെ ഹിൻഡർ ചെയ്യുവാൻ അങ്ങ് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ദാസനെയും ദാസിയെയും ഗോസ്പൽ TV പ്രവർത്തനങ്ങളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ കരം എല്ലാ മേലും കാണപ്പെടുവാനിടയാകട്ടെ. ഈ ചിന്തകൾ അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളിലെത്തി അവർ ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എതിർക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരും അങ്ങയുടെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങിലെത്തുവാൻ അവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം എല്ലാവർക്കും ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചും അവന്റെ പദ്ധതികളും അവന്റെ ആളുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ തകർന്നു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദൈവം എല്ലായിടത്തും എപ്പോഴും മഹത്വമുള്ളവനായി തീരുവാനിടയാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വീണ്ടും അത്യുന്നതനായ ദൈവത്തിന്റെ ദിവ്യമായ വചനങ്ങളുമായി ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലൂടെ നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളും ദൈവം തിരിഹിതമായതുകൊണ്ട് ഇതുവരെയും അത് ചെയ്തെടുപ്പാൻ സ്വർഗത്തിലെ നമ്മളെ സഹായിച്ചു. എന്നാൽ മാസത്തിൽ ഒരാഴ്ച ഇതുണ്ടാകത്തില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയാണ്. ഇവിടെ എറണാകുളം പ്രാർത്ഥനാലയത്തിൽ കഴിഞ്ഞ 22 വർഷത്തിലധികമായി വന്നുകൊണ്ടിരിക്കുന്ന ആ റിട്രീറ്റ്, ഒരാഴ്ച ആളുകളൊന്ന് ഇവിടെ വന്ന് താമസിച്ച് ദൈവവചനം കേട്ട് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ബോധ്യത്തോടെ ദൈവത്തെ അനുസരിപ്പാനും എങ്ങനെ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു അതേപോലെ യേശുക്രിസ്തുവിനെ തലയാക്കി ജീവിപ്പാനും ദൈവ ഇഷ്ടം എന്തെന്ന് ജനത്തെ പറഞ്ഞു കൊടുക്കുന്ന, അവരെ ആശ്വാസങ്ങളിലേക്ക്, ദൈവത്തിന്റെ ആശ്വാസങ്ങളിലേക്ക് നടത്തുന്ന ഒരു ധ്യാനമാണത്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇതാ ഈ അടുത്ത ആഴ്ച മുതൽ, ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ അത് ആരംഭിക്കുകയാണ്. അപ്പൊ ആ ആഴ്ച ഞാൻ വളരെ തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് ആ വ്യാഴാഴ്ച ഇല്ലാത്തത്. നിങ്ങളേവരെയും ഹാർദവമായ ആ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ മാത്രമല്ല, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ദാസന്മാരെ, പാസ്റ്റർമാരെ, അച്ഛന്മാരെ, നിങ്ങൾ വിശുദ്ധ ബൈബിളിലുള്ള ദൈവിക സന്ദേശം മനസ്സിലാക്കും. പലപ്പോഴും ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇല്ലാത്ത ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തു എങ്ങനെ ജീവിച്ചു അതേപോലെ ജീവിക്കാൻ തക്കമാണ് സ്വർഗത്തിലെ ദൈവം അതിലൂടെ നിങ്ങൾ ഒരുക്കും. നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരാൻ, പ്രകാശമായി തീരാൻ നിങ്ങളതിനെ സഹായിക്കും. നിങ്ങളെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കത്തില്ല, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും. ക്രിസ്തുവിലൂടെ സ്വകീയ പിതാവിലേക്ക് അടുപ്പിക്കും. മറിയ ക്രിസ്തുവിന് ഒരു ചൂണ്ടുവലയായിരുന്നു. അവൻ എന്തു പറയുന്നു അതനുസരിപ്പിന് നാം മറിയ പറഞ്ഞേ. യേശു ക്രിസ്തു ഇതേപോലെ തന്നെ
സ്വർഗീയ പിതാവിന് ചൂണ്ടുവലയായിരുന്നു. യേശുക്രിസ്തു പറയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ അവസാനം നാം എല്ലാവരും എത്തിച്ചേരേണ്ടത് നമ്മുടെ ഉടയവനായ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കലാണ്. അപ്പോ ആരായി? ദൈവത്തിന്റെ മക്കളായി, യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി. വിശുദ്ധ ബൈബിൾ പറയുന്ന ഈ സത്യം ആസ് ഇറ്റ് ഈസ് അറിയിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കും. ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ, ചുമ്മാ ഒരു വിശ്വാസബന്ധമല്ല, ദ ലൈവ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, അതിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. കം ആൻഡ് ടേസ്റ്റ് ഹൗ സ്വീറ്റ് ദ റിട്രീറ്റ് ഈസ്. ഓക്കെ, വെൽക്കം. എല്ലാവരെയും സ്വാഗതം ചെയ്യുക. തുടർന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന മഹത്വകരമായ ദൈവിക സന്ദേശം, നമ്മൾ സാധാരണ ചർച്ചിലോ ബൈബിൾ ക്ലാസ്സുകളിലോ ഒന്നും കേൾക്കാറില്ല ഇങ്ങനെ ഒരു സന്ദേശം. എന്നാൽ സ്വർഗത്തിൽ ദൈവം തന്റെ കൃപയാൽ നമ്മളിത് കേൾപ്പിക്കുക. അപ്പൊ ആ സന്ദേശം അതിന്റെ 4-ാം ഭാഗമാണ് പിശാചിന്റെ ശിക്ഷാവിധി. അതാണ് എന്റെ ഹെഡിങ്. അപ്പൊ തന്നെ അതിന്റെ സബ്, പിശാച് എന്തിന് വ്യാജ സുവിശേഷം രൂപീകരിച്ചു. ഇന്ന് ലോകത്ത് കേൾക്കുന്ന സുവിശേഷത്തിൽ വലിയൊരു പങ്കും വ്യാജ സുവിശേഷമാണ്. അതിലൂടെ ആരും ദൈവസന്നിധിയിൽ എത്തത്തില്ല. അതിന്റെ തെളിവാണ് മത്തായി 7:21, 22, 23. ന്യായവിധി സമയത്ത് യേശുവെ കർത്താവ് എന്ന് പറഞ്ഞവരെയും സുവിശേഷം അറിയിച്ചവരെയും അഭിഷേകം പ്രവചിച്ചു രോഗികളെ സൗഖ്യമാക്കിയവരും ഭൂതങ്ങളെ പുറത്താക്കിയവരും പ്രവചിച്ചറിയുക. ഇതൊന്നും തെറ്റുള്ള കാര്യമല്ല. ഇതൊക്കെ അവർ ചെയ്തു, പക്ഷെ ലക്ഷ്യത്തിലെത്തിയില്ല. യേശുക്രിസ്തു അവരോട് പറഞ്ഞോ, ഗെറ്റ് ഔട്ട്. നമ്മൾ ആർക്കും അത് പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇവർക്ക് യേശുവിനെ അറിയാം, കാരണം അത് തട്ടിപ്പ് യേശുവായിരുന്നു, മറ്റൊരു യേശുവായിരുന്നു. പക്ഷെ യേശുവിനെ ഇവരെ അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല. അപ്പൊ നമ്മുടെ സുവിശേഷത്തിൽ ആകപ്പാടെ പഠിപ്പിക്കുന്ന യേശുവിനെ കർത്താവ് എന്ന് പഠിപ്പിക്കാനാണ്, കർത്താവ് എന്ന് വിളിക്കാനാണ്. യേശു പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ സ്വർഗസ്ഥ പിതാവ്. യേശു മറ്റൊരാളെ റെഫർ ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞു പഠിപ്പിക്കുന്ന യേശുവാണ് സ്വർഗസ്ഥ പിതാവെന്ന്. ബൈബിൾ അങ്ങനെയൊന്നും പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സുവിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണേ. ഓക്കെ, ഇതാ. എന്നിട്ട് നമ്മളതിന് ചില വീടുകളൊക്കെ എടുക്കും. യേശു പറഞ്ഞില്ലേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന്. യേശു അത് പറഞ്ഞ സത്യമാണ്. യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണണം. കാരണം യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്നത് പിതാവാണ്. യേശുവാണ് പിതാവെന്നല്ല പറഞ്ഞേ. ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞില്ലേ? ഞാനും പിതാവ് ഒരാളാണെന്നല്ല പറഞ്ഞേ, ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞേ. കല്യാണ ദിവസത്തിൽ ഭാര്യയും ഭർത്താവും ഇനി രണ്ടല്ല ഒന്നാന്ന് പറയുമ്പോൾ അവര് ഒന്നായി പോവോ? ഇല്ലല്ലോ, അവർ രണ്ടും രണ്ട് തന്നെയാണ്. ഓക്കെ, അവിടെ യേശു പറയും എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞ ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തത് ഹൃദയത്തിൽ പ്രവേശിക്കുള്ളൂ. അപ്പൊ അവർ എന്ത് ചെയ്തില്ല? ലക്ഷ്യത്തിലെത്തിയില്ല. നമ്മളിന്ന് ദുരുപദേശം എന്നൊക്കെ പറഞ്ഞ പല സംഭവമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞൊന്നുമല്ല ഈ ദുരുപദേശം എന്ന് പറയാം. നമ്മൾ ദുരുപദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോ ഒരു കൂട്ടർ യേശുനാമക്കാർ പറയും യേശുനാഥില സ്നാനം എന്ന് പറയും. അപ്പൊ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിച്ചവൻ പറയും അത് ദുരുപദേശമാണ്, അത് ദുരുപദേശമാണ്. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിലാണ് സ്നാനം കഴിക്കേണ്ടത്. എന്റെ പ്രിയ മക്കൾ, ഇത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. ശരിക്കും ഇതൊന്നുമല്ല ദുരുപദേശം. ഇതൊക്കെ അറിവില്ലായ്മകളാണ്. എല്ലാ മനുഷ്യർക്കും അറിവില്ലായ്മയുണ്ടോ? ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് പറഞ്ഞോളൂ. ദുരുപദേശം എന്ന് പറയുന്നത് ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നതാണ് ദുരുപദേശം. മനസ്സിലായോ? മത്തായി 7:21, 23 എല്ലാ അഭിഷിക്തന്മാരും ദൈവദാസന്മാരും വിശ്വാസികൾ, ആ സഭ മൊത്തം ദുരുപദേശത്തിൽ വീണവരാ. കാരണം അവര് യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, അഭിഷേകം പ്രവചിച്ചു, സുവിശേഷം അറിയിച്ചു, രോഗികളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പിശാചിനെ പുറത്താക്കി, ഇതൊക്കെ ചെയ്തു. പക്ഷെ അവസാനം എവിടെ എത്തിയില്ല? ലക്ഷ്യത്തിൽ എത്തിയില്ല. കർത്താവ് ഏറ്റവും അടിച്ചു. ഇതാണ് ദുരുപദേശം. പിടുത്തം കിട്ടിയ അല്ലാതെ ദുരുപദേശം അല്ലാത്തതിന് ദുരുപദേശമൊന്നും. എന്നാൽ ദുരുപദേശത്തെ നല്ല ഉപദേശമൊന്നും പറയുന്ന പിശാചിന്റെ തട്ടിപ്പിൽ വീണ് കിടക്കുകയാണ് നല്ലൊരു പങ്ക്. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കേൾക്കുന്ന സബ്ജക്റ്റ് ഒന്നും ലോകത്ത് സാധാരണ ഞാൻ കേട്ടിട്ടില്ല. എന്റെ ഹൃദയത്തിലെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെയാണ് ഈ കാര്യങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അറിയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയൊക്കെ അറിയിക്കാൻ പറ്റൂ? പുസ്തകത്തിലൂടെ അല്ലേ പറ്റുള്ളൂ? ഡോക്ടർമാർ എഴുതിയത്, പിതാക്കന്മാർ എഴുതിയത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
അതൊക്കെ മരിക്കുന്ന മനുഷ്യർക്ക്. എന്നാൽ നീ യഥാർത്ഥത്തിൽ കുഞ്ഞെ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ മകനാണെങ്കിൽ നീ ആത്മാവാണ്. നിന്നോട് ആത്മാവ് സംസാരിക്കും, അക്ഷരമല്ല. അക്ഷരത്തിലൂടെ നീ ഉറപ്പിക്കത്തേ ഉള്ളൂ, ബൈബിളിലെ വചനത്തിലൂടെ. അത് ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാണ്ട് ബൈബിള് വായിക്കുന്നല്ല പറഞ്ഞ. അതിന്റെ അർത്ഥം ബൈബിള് വായിക്കരുതെന്നല്ലോട്ടെ, ഇനിയിപ്പൊ അത് മാത്രം കട്ടിയെന്ന് പോയി പറയും. ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ അത് നിരൂപിക്കപ്പെട്ടുമില്ല, എങ്കിലും ദൈവം തന്റെ ആത്മാവിനാൽ അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഇത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ദൈവമക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആ പ്രത്യേകതയിലേക്ക് എല്ലാവരും എത്തിച്ചേരുവാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്. കടന്നു വന്നാട്ടെ. അപ്പോ സാത്താന്റെ ശിക്ഷാവിധി ആ മേജർ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ തന്നെ സാത്താൻ എന്തിനാണ് വ്യാജ സുവിശേഷം രൂപീകരിച്ചത്? സാത്താൻ വ്യാജ സുവിശേഷം രൂപീകരിച്ചത്, ഒന്ന്, ദൈവത്തിന്റെ പദ്ധതികൾ, അതിന്റെ എല്ലാം ഇതാണ്, ദൈവത്തിന്റെ പദ്ധതികൾ നാം തിരിച്ചറിഞ്ഞ് അതിൽ പ്രവർത്തിച്ചാൽ സാത്താന്റെ ഇന്നത്തെ സ്ഥാനം, ലോകത്തിന്റെ ഭരണാധികാരി എന്ന സ്ഥാനം നഷ്ടപ്പെടുകയും തന്റെ നിയമിക്കപ്പെട്ട ശിക്ഷാവിധി നടപ്പിലാകുകയും ചെയ്യും. ഇതുകൊണ്ടാണ് അവൻ വ്യാജ സുവിശേഷം രൂപീകരിച്ചത്. സുവിശേഷത്തെ എതിർക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ജനം അതിൽ തുങ്ങിയങ്ങ് പൊക്കോളും. അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. കാരണം എന്താ ദൈവം ചെയ്യണേന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അവരതിൽ തുങ്ങിയങ്ങ് പൊക്കോളും. അവർക്ക് ആളുകൾ പറയാറില്ലേ, ക്രിസ്ത്യാനികളുടെ കാര്യമായിട്ട് പറഞ്ഞേ, ഞായറാഴ്ചയല്ലേ പള്ളിയിലൊക്കെ ഒന്ന് പോകണ്ടേ, അവർക്ക് ഏതെങ്കിലും ഒരു പള്ളി പോയാൽ മതി. ഞായറാഴ്ച നമ്മള് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചേ, ഒരമ്മച്ചി ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, എന്തിനാ ബസ് കയറാൻ വന്നതാ, അതൊക്കെ കയറിക്കോ. അമ്മച്ചി ഏതെങ്കിലും ബസ്സിൽ കയറുമോ? ഇല്ല. അമ്മച്ചിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെ ബസ്സിലെ കയറുള്ളൂ. പക്ഷെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം തെറ്റിപ്പോയിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സാത്താനാണ് നമ്മുടെ പ്രതിയോഗി. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ഷാജിയെ വിഴുങ്ങണോ, അതോ സാജൂനെ വിഴുങ്ങണോ, അതോ ദീപയെ വിഴുങ്ങണോ, ആരെ വിഴുങ്ങണോ എന്ന് ചുറ്റിത്തിരിഞ്ഞ് അടങ്ങുക. അപ്പോ ഈ സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 3 ക്ലാസ്സിൽ ഒരു സ്ട്രക്ചർ നിങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞകാല ലോകം, ഇപ്പോഴത്തെ ലോകം, വരുംകാല ലോകം ഓർക്കുന്നുണ്ടോ? കത്രിക്കയും അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചേ. ഇന്നിപ്പോ അതൊന്നുമില്ല, ഇന്ന് സ്ഥലം മാറി. ഓക്കെ, ഇന്ന് ഞാൻ വീണ്ടും പന്ത് പിടിച്ചു. ഓക്കെ, ബോൾ പിടിച്ചിട്ടുണ്ട്. ബോളാണ് ഭൂമിയെ റെപ്രസെന്റ് ചെയ്യാൻ കാണിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും. അതായത് നമ്മളുടെ സ്കൂളിൽ പോകുന്ന കുട്ടികള് ബൈബിൾ 6000 വർഷമേ ഭൂമിക്ക് പ്രായമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്കൂളിൽ ചെന്നപ്പോ ഇതാ 2.5 ലക്ഷം അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 3 ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഫോസിലുകൾ ഇന്ന് ഞങ്ങൾ ബയോളജി ടീച്ചർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ അവര് കയറി വരുമ്പോ, ശരിക്കും പറഞ്ഞാൽ അവർ ബൈബിൾ നോക്കുമ്പോൾ ബൈബിളിൽ 6000 വർഷം കിടക്കുള്ളൂ ഭൂമിക്ക്. യഥാർത്ഥത്തില് അവിടെ ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസം ഉള്ളിൽ പോയി. പക്ഷേ അവര് പപ്പ വഴക്ക് പറയുന്നോണ്ടും മമ്മി വഴക്ക് പറയുന്നോണ്ടും ഇതൊന്നും മിണ്ടത്തില്ല. അപ്പൊ യഥാർത്ഥത്തില് എന്താണ് സത്യം എന്ന് മനസ്സിലാക്കുക. നമുക്ക് മുമ്പ് മറ്റൊരു ഭൂമി ഉണ്ടായിരുന്നു, മറ്റൊരു ജനറേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അറിയുന്നില്ല, ഇത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്, ഇത് 6000 വർഷം മുമ്പ് ദൈവം വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കിടക്കുന്ന ഒരു സാധനം പൊക്കിയെടുത്തതുപോലെ വെള്ളത്തിൽ നിന്ന് ഉദ്ധരിച്ചെടുത്തതാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, വെള്ളത്തിൽ നിന്നും വെള്ളത്തിലും ഉളവായ ഭൂമി. പണ്ട് നേരത്തെ ദൈവത്തിന്റെ വചനത്തിനുണ്ടായതാണ്. അത് നേരത്തെ ഉണ്ടായ ദൈവത്തിന്റെ വചനത്താല. പക്ഷെ ഇപ്പോ അതിനെ ഉണ്ടാക്കിയെടുത്തേക്കണ ആ മുങ്ങിപ്പോയതിനെ, ശിക്ഷിച്ചതിനെ വെള്ളത്തിൽ നിന്ന് ഉദ്ധരിച്ചെടുത്തിരിക്കുക. ഇനി വേറൊരു ഭൂമിയുണ്ട്, അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും.
അതാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജയിച്ചാൽ ജീവിക്കാനുള്ള സ്ഥലം, പ്രവർത്തിക്കാനുള്ള സ്ഥലം. അതാണ് ദൈവരാജ്യം. അവിടെ സ്വർഗീയ യെരൂശലേമും ഭൂമി. അപ്പോ ഈ തലമൊക്കെ മനസ്സിലാക്കാൻ ഇന്ന് ആദ്യമായിട്ട് കൂടിയവർക്ക് വേണ്ടി പെട്ടെന്ന് കമ്പി വാചകത്തില് ഈ കാര്യങ്ങള് നേരത്തെ പറഞ്ഞതൊന്ന് മനസ്സിലാക്കി തരാം. ഇതാ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ ഇവിടെ നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 5, 6, 7 ആ വാക്യങ്ങൾ ബേസ് വാക്യങ്ങളാണ്. അപ്പൊ ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചില ചിന്തകൾ നമുക്ക് കിട്ടുവാനായിട്ട് ഇടയാകും. ഓ ഫാദർ, 2 പത്രോസ് 3 ഒന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 5, 6, 7. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഇവിടെ പറയാണ് 2 ഭൂമിയെ കുറിച്ച് അവിടെ കാണാൻ. ഒന്ന് ഇപ്പോഴുള്ള ഭൂമി, മറ്റൊന്ന് പണ്ടുണ്ടായിരുന്ന ദൈവവചനത്താലുള്ളതായ ഭൂമി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പഴയ 3 ക്ലാസ്സുകളുണ്ട്, അത് പോയി കേൾക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താൽ ഉളവായ ഭൂമിയും. അത് ഇപ്പോഴത്തെ ഭൂമിയാണ്. വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും അല്ല, ശരിക്കും വെള്ളത്തിലും ഉളവായ ഭൂമി എന്നാണ്. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലും ഉളവായ ഭൂമി, അതാണ് ഇപ്പോഴത്തെ ഭൂമി. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ 3-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് നോക്കിയേ, ഈ സെന്ററിൽ ഒരു ബോൾ ചെയ്യാൻ പറ്റുക കേട്ടോ. അതേ നോക്കിയേ, ഇത് നോക്കിയേ, ഈ ഭൂമി ഇപ്പോഴുള്ള ഭൂമി, വെള്ളത്തിൽ നിന്നും വെള്ളത്തിൽ ഉളവായ ഭൂമി. പണ്ട് അതെങ്ങനെ ഉണ്ടായത്? അപ്പൊ അതിന് മുമ്പുള്ള ഭൂമിയാണ്. പണ്ട് ആ ഭൂമി ഉണ്ടായത് വേറൊരു ബോൾ കൊണ്ടിരുന്നു. പണ്ട് ആ ഭൂമി ഉണ്ടായത് ദൈവത്തിന്റെ വചനത്താല. ഇപ്പോൾ ആ ഭൂമി വന്നത് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും വെള്ളത്തിലുളവായ ഭൂമിയാണ്. വെള്ളത്തിൽ നിന്ന് ഉദ്ധരിച്ചെടുത്തതാണ്. വെള്ളത്താൽ അതിന് ശിക്ഷ, ഈ പഴയതിന് വെള്ളത്താൽ ശിക്ഷ വിധിച്ചു. ഇനി ശ്രദ്ധിക്കുക, ഇനി ഒരു ഭാവിയിൽ ഒരു ഭൂമി വരുന്നുണ്ട്. അതാണ് ഇതിന്റെ താഴെ 13-ാം വാക്യത്തിൽ, ഇതേ അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുന്നത്, നാം പ്രത്യാശിക്കുന്ന ഒരു ഭാവി ഭൂമി. അത് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമാണ്. വായിച്ചേ 13. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഇതാ അതാണ് 3-ാമത്തെ ഭൂമി, നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി. ഇത് വന്നിട്ടില്ല, ഇത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമി, അതാണ് ഇപ്പോഴുള്ള ഭൂമി. അത് പണ്ട് ദൈവവചനത്താൽ ഉളവായി. ഇതാണ് ഉൽപ്പത്തി 1-1. ആദിയിൽ ദൈവം ആകാശവും ഭൂമി. തുടർന്ന് ഉൽപ്പത്തി 1-2, ഭൂമി പാഴായും ശൂന്യവുമായും തീർന്നു. എന്നല്ല, തീർന്നു എന്നല്ല, റിയൽ ഹെബ്രായ തീർന്നു, ബിക്കം ആയി തീർന്നു. ഇത് ഈ ഭൂമി വളരെ പഴയതാ. ഈ സാധനം ഇവിടെ ജനറേഷൻ ഉണ്ടായിരുന്നു, മനുഷ്യനില്ലായിരുന്നു, വേറെ ജനറേഷൻ ഉണ്ടായിരുന്നു. ഇത് ദൂതന്മാരുടെ ഭൂമിയായിരുന്നു. ഓക്കെ. തുടർന്ന് ഇവിടെ വെച്ചിരുന്ന ദൂതന്മാരുടെ ജീവിതത്തിൽ അകൃത്യം കടന്നു വന്നപ്പോ ദൈവം അവരെ ശിക്ഷിച്ചു. ഈ ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് നശിപ്പിച്ചു, ലോക്ക് ചെയ്തു കളഞ്ഞവരെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം തുടർന്ന്
ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ 1 ആ ഭാഗം ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ ചിന്തകളിൽ ധ്യാനിക്കുന്ന ദേവാസന്മാർ പലരും പറയുന്നത് അതിന് വളരെ ബില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ്, അന്തരം ഉണ്ടെന്നുള്ളതാണ്. എത്രയാണെന്ന് പറയുന്നില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നത് ഭൂമിക്ക് 4.5 ബില്യൺ ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ്. ആ ഭൂമിയെ ഈ പറയുന്ന ഭൂമി. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1:3 മുതൽ ദൈവം വർക്കൗട്ട് ചെയ്തതാണ്. ഇത് വെള്ളം കൊണ്ട് നശിപ്പിച്ച ശേഷം വെള്ളത്താൽ മൂടിക്കിടക്കുക, മൊത്തം വെള്ളത്താൽ ദൈവം മൂടി. ഇവിടെ താമസിച്ചിരുന്ന ദൂതന്മാരെ ദൈവം ലോക്ക് ചെയ്ത് കളഞ്ഞു, അതിന്റെ അടിയിൽ ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മൊത്തം വെള്ളമാണ്. ആ വെള്ളത്തിന്റെ ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. ഇരുള് റെപ്രസെന്റ് ചെയ്യുന്നത് പിശാചിനെയാണ്. ആഴത്തിൽ ഇരുളുണ്ട്, അതിന്റെ മുകളിൽ പരിശുദ്ധാത്മാവുണ്ട്. വെള്ളത്തിന്റെ ആഴത്തിൽ ഇരുളുണ്ട്, മുകളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇത് ഈ രംഗമാണ് ദൈവത്തിന്റെ വചനം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്ന സിസ്റ്റർ. ഓ ലോർഡ്, ഐ ലവ് യു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ഓ ഫാദർ, താങ്ക് യു. അതിന്റെ 2-ാം വാക്യം. 1-ന്റെ 1-ഉം 2-ഉം വായിച്ചു. മ്യൂട്ടാണ് സിസ്റ്റർ, മ്യൂട്ടാണ്, കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഭൂമിയാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ ഇമാജിനേഷൻ ഒന്ന് വർക്ക് ചെയ്യട്ടെ. ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു. ദൈവം ഒന്നും ചീത്തയായിട്ട് ഉണ്ടാക്കത്തില്ല, സൃഷ്ടിച്ചു, നല്ലതല്ല. പക്ഷെ അടുത്ത വാക്യത്തിൽ പറയുന്നു ഭൂമി പാഴായി ശൂന്യവുമായും തീർന്നു. ഇരുന്നല്ല, തീർന്നു. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചില്ലേ, ആ ഭൂമിയാണ് ദൂതന്മാരെ വസിപ്പിച്ചിരുന്ന ഭൂമി. നമ്മൾ ആ വാക്യത്തിലൂടെ വരും. ഓക്കെ. തുടർന്ന് ഇവരെ അകത്യം ചെയ്തപ്പോൾ ദൈവം ഇവരെ ബ്ലോക്ക് ചെയ്തു. ഇവരെ ന്യായവിധിയിലേക്ക് കൊണ്ടുവന്നു. വെള്ളം കൊണ്ട്, സ്പിരിച്വൽ വാട്ടറും ഉണ്ട്, ഫിസിക്കൽ വാട്ടറും ഉണ്ട്. ശ്രദ്ധിച്ച്, ഇവരെ ബ്ലോക്ക് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ബൈബിൾ തന്നിട്ടില്ല. ബ്ലോക്ക് ചെയ്തു അവരെ. എന്നിട്ട് പറയാണ് അടുത്ത വാക്യത്തില്, ആഴത്തിനു മീതെ, അതായത് വെള്ളത്തിന്റെ ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. ഇരുൾ ബ്ലോക്ക് ചെയ്തു. ആ ഇരുളിനെ ബ്ലോക്ക് ചെയ്തു, പിശാചിനെ ബ്ലോക്ക് ചെയ്തു. ഇരുൾ റെപ്രസെന്റ് ചെയ്യുന്നത് പിശാചിനെയാണ്. ബ്ലോക്ക് ചെയ്തു. ഇനി വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മുകളില് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് മുകളിൽ പ്രവർത്തിക്കുന്നു, പിശാച് അവന്റെ പ്രവർത്തികൾ താഴെ നിൽക്കുന്നു, ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം ഇത് കാണാനായിട്ട്. വെള്ളം കൊണ്ട് മൂടി കിടക്കുക, ശിക്ഷിക്കപ്പെട്ട് കിടക്കുക. ഇനി ശ്രദ്ധിക്കുക, ദൈവം ഈ വെള്ളത്തെ രണ്ടായിട്ടങ്ങ് മുറിക്കുകയാണ്. ഇനി ചക്ക മുറിക്കാനുണ്ടല്ലേ, രണ്ടായിട്ട് ഈ വെള്ളത്തെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഈ ഭൂമി എടുക്കാൻ പോവാ. വെള്ളത്തിൽ നിന്നും വെള്ളത്തിലുള്ളതായ ഭൂമിയെ കൊണ്ടുവരാൻ പോവാ. അടുത്തത് ഈ ഭൂമിയെ രണ്ടായിട്ടങ്ങ് മുറിച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഭൂമി അങ്ങ് മുറിക്കുന്നു. വെള്ളത്തെ മൂടിക്കിടക്ക സങ്കല്പിച്ചോളണം. എന്നിട്ട് ഈ ഒരു വെള്ളത്തെ നേരെ മുകളിലേക്ക് അങ്ങ് വിട്ടു, ഉയരത്തിലേക്ക് വിട്ടു. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഒരു വിധാനം ഉണ്ടാക്കി, ഗ്യാപ്പ്. ആ വിധാനത്തെ ദൈവം ആകാശം എന്ന് പേരിട്ടു. ബൈബിളുള്ള കാര്യമാണ്. ദൈവം സന്തോഷിക്കാത്തൊരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല അല്ലെ? എന്നിട്ട് എന്തെന്നറിയാമോ, ദൈവം ഈ വെള്ളത്തിൽ ലോക്ക് ചെയ്തിട്ടുള്ള അവനെ ഉണ്ടല്ലോ, വെള്ളത്തിൽ ലോക്ക് ചെയ്ത ആ ദൂതന്മാരെ ദൈവം അവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് ദൈവം ആകാശത്തിൽ നിർത്തി. തുടർന്ന് ദൈവത്തിന്റെ വചനം അവർക്ക് പേരിട്ടിരിക്കുകയാണ് ആകാശത്തിന്റെ അധികാരികൾ. ഈ ദൂതന്മാരെ ഭൂമിയിൽ നിന്ന് മാറ്റി, എന്നിട്ട് അവരെ ആകാശത്തിന്റെ അധികാരികളായിട്ട് അവരെ നിർത്തി.
പിന്നെ താഴെയുള്ള ഭൂമിയിലെ വെള്ളം തെളിഞ്ഞു വന്ന കരയെ ദൈവം ഭൂമി എന്ന് പേരിട്ടു. ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഇതൊക്കെ. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കറിയാം, ഈ രണ്ട് സ്ഥലത്തും വെള്ളം ഉണ്ടെന്നുള്ള കാര്യം നോഹയുടെ ആ ജലപ്രളയം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ജലപ്രളയത്തിൽ എന്ത് സംഭവിച്ചു? ദൈവം രണ്ട് സ്ഥലത്തുനിന്ന് വെള്ളം തുറന്നു. ഒന്ന് ദൈവത്തിന്റെ വചനം പറയും, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു, അവിടുന്ന് വെള്ളം ഇങ്ങ് പോന്നു. സമുദ്രത്തിന്റെ ഉറവകളും കയറി അങ്ങ് തുറന്നു. അപ്പൊ രണ്ട് സ്ഥലത്തുനിന്ന് വെള്ളം വരാൻ തുടങ്ങി. ഒന്ന് സമുദ്രത്തിൽ നിന്ന് അടിയിൽ ശേഖരിച്ച വെള്ളം മുകളിലേക്ക് കയറി, മുകളിൽ ശേഖരിച്ച വെള്ളം താഴേക്ക് ഇറങ്ങി. രണ്ട് സ്ഥലത്തുനിന്നും. അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയാം ഭാഗത്തൊക്കെ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇനി ചെയ്യുന്നത് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇനി ഈ ഉദ്ധരിച്ചെടുക്കപ്പെട്ട ഭൂമിയില്ലേ, അവിടെ ദൈവം അതിനെ റെഡിയാക്കി എടുക്കുകയാണ്. വെള്ളത്തിൽ ഉളവായ ഭൂമിയെ ദൈവം ഓരോ ജീവജാലങ്ങളെയും അവിടെ ഒരുക്കുകയാണ്. ഇതെല്ലാം ഒരുക്കിയതിന് ശേഷം 6-ാം ദിവസം അവസാനം, ബൈബിളിന്റെ ഭാഷ പറഞ്ഞാൽ പുതിയ കുടിയാൻ മനുഷ്യനെ ദൈവം ഇറക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. ഈ നേരത്തെ ഭൂമിയിലായിരുന്ന ദൂതവർഗത്തെ, ശിക്ഷിക്കപ്പെട്ടവരെ ദൈവം എങ്ങോട്ടേക്ക് വിട്ടു? എന്നെ ശ്രദ്ധിക്കണേ. ശിക്ഷിക്കപ്പെട്ടവരെ ദൈവം ലൊക്കേഷൻ മാറ്റിയിട്ട് അവരെ ഭൂമിക്ക് മുകളിലുള്ള ആകാശമണ്ഡലത്തിലേക്ക് വിട്ടു. പുതിയതായി സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഭൂമിയിൽ വെച്ചു. ഹലോ, ഒപ്പത്തിനൊപ്പം ഉണ്ടോ? അങ്ങനെ ഭൂമിയിൽ, ഭൗതിക ലോകത്ത് മനുഷ്യനും ഭൂമിക്ക് മുകളിൽ ഉള്ള അന്തരീക്ഷത്തിൽ, ആകാശമണ്ഡലത്തിൽ നേരത്തെ ഭൂമിയിലായിരുന്ന ശിക്ഷിക്കപ്പെട്ട ദൂതന്മാരും കയറി വന്നു. അതാണ് ഇന്നത്തെ പ്രസന്റ് സ്റ്റേജ്. ഹല്ലേലൂയ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ പണ്ടായിരുന്നവൻ മനുഷ്യന്റെ തലയ്ക്ക് മുകളിലുണ്ട്. പുതിയതായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയിലുണ്ട്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇനി ഇവർ രണ്ടുപേരും ഗുസ്തിയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മനുഷ്യരെ നമ്മളോട്, നിനക്ക് മനുഷ്യരോട് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല, നിനക്ക് പോരാട്ടമുള്ളത് നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ പഴയ ഭൂമിയിലെ കുടിയാനോടാണ് നിനക്ക് പോരാട്ടമുള്ളത്. അവൻ നിന്നെ വിഴുങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക. ആരെ വിഴുങ്ങണോ? ശാന്തപ്പനെ വിഴുങ്ങണോ? ജോസഫനെ വിഴുങ്ങണോ? അന്നമ്മയെ വിഴുങ്ങണോ? മിനിയെ വിഴുങ്ങണോ? ആരെ വിഴുങ്ങണോ ചോദിച്ച് കാത്തിരിക്കുകയാണ് അവൻ. കാരണം നീ ദൈവത്തിന്റെ പദ്ധതികൾ അറിയുന്നില്ല, ദൈവം എന്താ ചെയ്യണേന്ന്. അപ്പൊ പഴയ കുടിയാൻ ദൂതന്മാർ, ശിക്ഷിക്കപ്പെട്ട ദൂതന്മാർ, പിശാചുക്കൾ എന്ന പേരിൽ നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. പുതിയ കുടിയാൻ മനുഷ്യൻ, ഞാൻ ബൈബിളിന്റെ ഭാഷ കുടിയാൻ അത് പറഞ്ഞു തരാം കേട്ടോ. പുതിയ കുടിയാനായ മനുഷ്യൻ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിൽ അല്പസമയത്തേക്കേ ഉള്ളൂ കേട്ടോ. ഈ ഭൂമി അല്പസമയത്തേക്കേ ഉള്ളൂ. കാണുന്ന താൽക്കാലികമാണ്, കാണാത്താണ് നിത്യം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഈ മനുഷ്യനും പിശാചും തമ്മിലാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ മനുഷ്യൻ ജയിച്ചാൽ അവൻ അടുത്ത ഭൂമിയിലേക്ക് യാത്രയാവും. ആരായി? ദൈവപുത്രനായി. ഇതാണ് ദൈവരാജ്യം. ഇതാണ് യേശു കർത്താവ് പറഞ്ഞത്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. കേട്ടോ മക്കളെ, വല്ലതും മനസ്സിലായി? ഇതുവരെ നമ്മളിന്ന് ഭൂമിയിലുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ യേശു ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനിയും ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പേ. ഉയരത്തിലുള്ളത് തന്നെ. ഉയരത്തിൽ പിതാവ് പുത്രനോട് കൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവേടമാക്കി തരാം, അതിന് പിശാചിനെ കൂട്ടരെ നിന്റെ കാൽപേദമാക്കി തരാം, അതുവരെ നീ എന്റെ വലതുഭാഗത്തിരിക്കാൻ. അതന്വേഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ട് ഒരാൾക്കും അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. മനസ്സിലായവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കേട്ടത് യേശുവിനെ സ്തുതിക്കാൻ പറഞ്ഞെന്നാ. യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തതയോടെ പറയുക. യേശു ക്രിസ്തു ഒരു അസൈൻമെന്റിന് വേണ്ടി വന്ന. എന്താ അസൈൻമെന്റാ? സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി, ദൈവപുത്രൻ മനുഷ്യനായി ഇവിടെ കടന്നു വന്നു. എന്നിട്ട് നമ്മളോട് പറയാണ്, ആ പ്രവൃത്തി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ നീ പങ്കാളിയാകണം.
നീ യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, കൊളോസ്യർ 3:1-2 വാങ്ങി പറയാണ്, നീ യേശുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള അന്വേഷിപ്പേൻ. ഉയരത്തിൽ എന്താ നടക്കണേ? പിതാവ് പുത്രനോട് കൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരാം, അതുവരെ നീ എന്റെ വലതുഭാഗത്തിരിക്കെ. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ അവിടെ ഇരിക്കണം. ഇതുകൊണ്ടാണ് റോമ 14:20 പറയുന്നത്, ഒരു സഭയുടെ പർപ്പസ് സമാധാനത്തിന്റെ ദൈവമോ, വേഗത്തിൽ സാത്താനെ നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കണം പിശാചില്ലേ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേല് കടന്നു വന്നപ്പോ ആ ഗബ്രിയേലിനെ ആകാശമണ്ഡലത്തിൽ കണ്ടോ, ആകാശമണ്ഡലം ഇവിടെയാണ് അവനെ ആക്കിയിരിക്കണേ, പിശാചിനെയും കൂട്ടരെ. ആകാശമണ്ഡലത്തിൽ 21 ദിവസം തടഞ്ഞു നിർത്തിയവനില്ലേ, അവനെയും അവന്റെ സാമ്രാജ്യത്തെ എടുത്തു മാറ്റണം. ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അന്നവസ്ത്രാദി സർവ്വ നന്മയുടെ പാട്ടും പാടിക്കൊണ്ടിരിക്കല്ലേ. ഹല്ലേലൂയ. അവനെ തോൽപ്പിക്കണം. ഇതുകൊണ്ട് റോമ 14:20 നമ്മളോട് പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ, വേഗത്തിൽ സാത്താനെ, അത് നിന്റെ തലയ്ക്ക് മുകളിൽ ആകാശമണ്ഡലത്തിൽ വാഴുന്നവനെ, ലോകത്തിന്റെ ഭരണാധികാരിയെ, വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിൽ ചതച്ചു കളയും. അതിന് നീ എവിടെ വരണം? ഞാനും നിങ്ങൾ യേശു ക്രിസ്തുവിനോടൊപ്പം പിതാവിന്റെ വലതുഭാഗത്ത് ശുശ്രൂഷയിലേക്ക് കയറി വരണം. ഭൂമിയിലെ കാര്യങ്ങൾക്ക് കഴിഞ്ഞൊരു സമയം കിട്ടിയിട്ട് വേണം ഇനി അങ്ങോട്ട് കയറാൻ. ഇവിടെ ജയിക്കുന്നവന് മാത്രമേ ഇത് തൽക്കാലേ ഉള്ളൂ. ഈ ലോകോ ഇതിന്റെ മോഹം ഒഴിഞ്ഞു പോകൂ. എന്നാൽ ദൈവം ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും നിലനിൽക്കും. ഇതുകൊണ്ടാണ് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ജീവിതം നോക്കി മൊത്തം ദൈവഇഷ്ടം, ദൈവഇഷ്ടം, ദൈവഇഷ്ടം. യേശു പറയാ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് എന്റെ ആഹാര. ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, നിങ്ങൾ ഇന്നായിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് നോക്കിയോ, ആരെങ്കിലും ഒരു പ്രാവശ്യം ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഒരു പ്രാവശ്യം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഞാനത് സല്യൂട്ട് ചെയ്തു. ഒരു പ്രാവശ്യം. നമ്മളുടെ ലീഡർ ക്രിസ്തു അല്ലേ. ആ ക്രിസ്തു എന്താണോ വെച്ചാൽ അതല്ലേ നമ്മൾ ചെയ്യണം. അതുകൊണ്ടല്ലേ വിശുദ്ധ ബൈബിൾ നമ്മളോട് എഫേസ്യർ 5:17 പറയുന്നത്, ബുദ്ധിഹീനരാകാതെ, രക്ഷിക്കപ്പെട്ടവരോട് പറയാണ്, ബുദ്ധിഹീനരാകാതെ ദൈവഇഷ്ടം എന്നാന്ന് തിരിച്ചറിയ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടത് സ്തുതി ആരാധനയൊന്നുമല്ല. മണിയടിച്ച് ദൈവത്തെ വീഴ്ത്താനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. പക്ഷെ നമ്മളുടെ പുകഴ്ച വാക്കുകൊണ്ടൊന്നും ദൈവം വീഴത്തില്ല. ദൈവത്തിന് വേണ്ടത് യേശു ക്രിസ്തു എങ്ങനെയാണോ ആ പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ച അതേപോലെ തന്നെ ഞാൻ നിങ്ങൾ ആ യേശുവിന്റെ മാതൃകയിൽ യേശുവിനെ നമ്മുടെ തലയാക്കി യേശു ക്രിസ്തുവിന്റെ ഇഷ്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നാം പിതാവിന്റെ ഇഷ്ടത്തിലാണ് ജീവിക്കണേ. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ഈ 3 ഭൂമിയെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ കാര്യം തിരിച്ചറിയും. ഇതാണ് പണ്ടത്തെ ഭൂമി. ഇത് ദൂതന്മാരുടെ ഭൂമിയാണ്. ഇത് വെള്ളം കൊണ്ട് നശിപ്പിച്ചു. ഈ ഭൂമിയാണ് ഇതേ വചനത്താൽ തീ കൊണ്ട് നശിപ്പിക്കാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ദൈവത്തിന് പറഞ്ഞത്, തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി വേറൊരു ഭൂമി വരികയാണ്. അത് പുതിയ ആകാശം ഭൂമിയാണ്. അത് ഒരിക്കലും നശിക്കത്തില്ല, നിത്യം നിലനിൽക്കും. അതിനെ പഠിക്കേണ്ടവർ പഠിച്ചോ. ആദ്യത്തെ ഭൂമി ദൈവം വെള്ളം കൊണ്ട് നശിപ്പിച്ചു. ഹല്ലേലൂയ. അത് വെള്ളം കൊണ്ട് നശിച്ചു. രണ്ടാമത്തെ ഭൂമി തീ കൊണ്ട് നശിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ വചനപ്രകാരം തീ കൊണ്ട് നശിക്കും. മൂന്നാമത്തെ ഭൂമി ഒരിക്കലും നശിക്കത്തില്ല. ആദ്യത്തെ ഭൂമി ദൂതന്മാരുടെ ഭൂമിയാണ്. രണ്ടാമത്തെ ഭൂമി മനുഷ്യപുത്രന്മാരുടെ, നമ്മളുടെ ഭൂമിയാണ്. മൂന്നാമത്തെ ഭൂമി ദൈവപുത്രന്മാരുടെ ഭൂമിയാണ്. ഇവിടെ നിന്ന് ജയം പ്രാപിച്ചവരുടെ ഭൂമിയാണ്. ഹല്ലേലൂയ. അപ്പോ ആദ്യകാലങ്ങളിലെ അല്ലെങ്കിൽ ദൂതന്മാർക്ക്, ഇപ്പോഴുള്ള ദൈവദൂതന്മാർക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവരെല്ലാം രക്ഷിക്കപ്പെടുന്ന നമ്മളുടെ ശുശ്രൂഷയ്ക്കയക്കപ്പെട്ട സേവകാത്മാക്കളായിരിക്കും. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ബൈബിൾ വേണമാണ്. നിങ്ങൾക്ക് ബൈബിൾ വചനം അറിയാമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കും. ഹല്ലേലൂയ. അവർ നമ്മുടെ ശുശ്രൂഷയ്ക്ക് അവരുടെ സേവക ആത്മാക്കളാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യോഹന്നാൻ കയറി ദൂതനെ നമസ്കരിച്ചപ്പോ ദൂതൻ പറഞ്ഞത്, ഞാനെന്തുണ്ടല്ലോ നിന്റെയും നിന്റെ സഹോദരന്മാരുടെയും ഭൃത്യനാണ്. ദൈവത്തെ നമസ്കരിക്കുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അപ്പോ ഈ ഭൂമി തന്നെയാണ് ഇവിടെ വന്നേക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഭൂമി തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോന്നേക്കണേ. പക്ഷെ ഒരു വിഷയമേ ഉള്ളൂ, ഇത് ഉദ്ധരിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ പഴയതിൽ ഉദ്ധരിച്ചെടുത്തതാണ് ഈ കാണുന്ന ഭൂമി. ഈ ഭൂമിയില് ഇപ്പൊ വെള്ളം കാണിക്കുന്ന ന്യായവിധിയാണ്. ന്യായവിധി. ഇപ്പോ വെള്ളം ഇവിടെ ഉണ്ട്.
ഈ സമുദ്രം എന്ന് അതിന് പേരിടണം. പക്ഷെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ന്യായവിധി ഇല്ല. നിങ്ങൾക്ക് അറിയാമോ, ഇവിടെ സമുദ്രമില്ല. വെളിപ്പാടുകളാണ്, സ്വീകരിച്ചു. അല്ലാതെ ഇവിടെ എന്തില്ല? സമുദ്രം ഇല്ല. ഇവിടെ 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 മൊത്ത ഇരുളായിരുന്നു അല്ലെ? ഇവിടെ ഇരുളായിരുന്നു ആദ്യത്തെ ഭൂമിയിൽ അല്ലെ? മൊത്ത ഇരുളായിരുന്നു, ഇരുൾ മൂടിയിരുന്നു. എന്നാൽ ഇവിടെ പകുതി ഇരുളും പകുതി ഇരുളും പകുതി വെളിച്ചു. ഇരുളിന് രാത്രി എന്നും പേര്, വെളിച്ചത്തെ പകൽ എന്നും പേര്. ഇടിയാണ്, രണ്ടും കൂടി ഇടിയ, ഗുസ്തിയ. അല്ലെങ്കിൽ പഴയ കുടിയാനും പുതിയ കുടിയാനും ഗുസ്തിയ. അല്ലെങ്കിൽ ഇനി ഈ ഭൂമിയിലേക്ക് വരുമ്പോ രാത്രി അവിടെ ഇല്ലല്ലോ. ഹലോ, രാത്രി ഇവിടെ ഇല്ല. ഇനി രാത്രി ഉണ്ടാവുകയില്ല. ബൈബിളൊക്കെ വായിച്ചു നോക്കിയോ, പഠിക്കാൻ പറ്റും. അല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണോ? റിട്രീറ്റിന് കടന്നുവാ മക്കളെ, റിട്രീറ്റിന് കടന്നുവാ. ഹല്ലേലൂയ. ഇതാ ഈ അടുത്ത 5-ാം തീയതി തുടങ്ങുകയാണ് റിട്രീറ്റ്. ഈ മാസത്തെ മെയ് മാസത്തെ റിട്രീറ്റ് 2025 മെയ് മാസം. ഒരാഴ്ച നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഭക്ഷണവും പാർപ്പിടവും ഒക്കെ. ഇതാ 500 രൂപ ഫീസുള്ളൂ. ഇനി നിങ്ങൾക്ക് പൈസ ഇല്ലയോ? പൈസ ഇല്ലാത്തവർക്ക് സൗജന്യം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ പൈസയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല എന്ന്. ഹല്ലേലൂയ. നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുക, എവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുക? മനുഷ്യക്കടത്തെന്ന് പറയും. അങ്ങോട്ട് ഈ ഭൂമിയിൽ നിന്ന് ഈ പുതിയ ഭൂമിയിലേക്ക്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാണ്. കേട്ടോ, യേശു പറയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കൂ. ഹല്ലേലൂയ. അല്ലാണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതല്ല. ഈ പഴയ ഭൂമിയിൽ മരണമുള്ളവരെ മരണമില്ലാത്ത ദൈവപുത്രന്മാരാക്കി പുതിയ ഭൂമിയിൽ, പുതിയ ആകാശത്തിലേക്ക്, ആ പുതിയ യെരൂശലേം വസിക്കുന്ന സ്ഥലത്തേക്കും കയറ്റി കൊണ്ടുപോകുക. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനെ പഠിക്കുന്നവരാ. അല്ലാണ്ട് ഈ ഭൂമിയിലെ അന്നവസ്ത്രാദി നന്മകൾക്ക് വേണ്ടി പാട്ടുപാടി അവസാനിപ്പിച്ച പിശാചിന്റെ പദ്ധതി ഉണ്ടല്ലോ, അതും കൊണ്ട് ഇനി എത്ര നാൾ നടക്കും? യേശു ഇത് കേട്ടിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ അപ്പനെ അറിയാം. നിങ്ങൾ ഇതൊന്നും അല്ല അന്വേഷിക്കേണ്ടേ. നിങ്ങൾ മുമ്പേ ഈ കാണുന്ന ഭൂമി എന്താ? ദൈവരാജ്യം. ഈ ദൈവരാജ്യം അന്വേഷിക്കുക. ഇവിടെയാണ് നിങ്ങളുടെ വാസസ്ഥലം. ഇത് അന്വേഷിക്കുക. ഈ ഭൂമിയിലുള്ളതൊക്കെ അതോടുകൂടി ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഹലോ, നമ്മൾ വിചാരിച്ച ദൈവരാജ്യം അന്വേഷിച്ചു വെച്ചാൽ ബൈബിളും കഷ്ടത്തിലിട്ട് പോവാന്ന. അയ്യോ, അതൊന്നും അല്ല. ബൈബിളൊക്കെ വെക്കണം, നല്ല കാര്യമാണ്, അത് നല്ലൊരു പുസ്തകമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, നല്ല കാര്യമാണ്. പ്രസംഗിക്കണം, നല്ല കാര്യമാണ്. സത്യം ആയിരിക്കണം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും അല്ല ദൈവരാജ്യം അന്വേഷിക്കാന്ന് പറഞ്ഞാൽ. ദൈവരാജ്യം അന്വേഷിക്കാന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഭാവി എന്ന് പറയുന്നത് ഈ പുതിയ ആകാശവും പുതിയ ഭൂമി, ഇതാണ് ദൈവരാജ്യം. ഇത് അന്വേഷിക്കാനാ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ യോഗ്യത വേണം. യോഗ്യത ഇല്ലാത്തവൻ ഇവിടെ കയറത്തില്ല. ഒരു അശുദ്ധൻ ഇവിടെ കയറത്തില്ല. ഒരു പാവി ഇവിടെ കയറത്തില്ല. ഇത് വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചാലോ അത്? അങ്ങോട്ട് കയറാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ദൈവരാജ്യത്തിലേക്ക് കയറാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് 21-27 വായിച്ച സിസ്റ്ററെ. എല്ലാം വായിക്കാൻ ടൈമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ ഏവരെയും ഹാർദവുമായി, പ്രത്യേകിച്ച് ദൈവദാസന്മാരെ, എന്തിനാ പേടിക്കണേ? കടന്നു വന്നാട്ടെ, ദൈവവചനം കേട്ടാട്ടെ, എന്നിട്ട് വചനത്തിലൂടെ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചാട്ടെ. കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ദേവദാസൻ വന്നു, നമ്മുടെയൊക്കെ നരച്ചൊരു ദേവദാസൻ, ഒരു പെന്തക്കോസ്ത് ദേവദാസനാ. ആദ്യം ഇതൊന്ന് കേട്ടിട്ട് പറഞ്ഞ ഇത്രയും കാലം ഞങ്ങൾ പ്രസംഗിച്ചത് മുഴുവൻ അബ്ദമായി പോയല്ലോ, അബ്ദമായി പോയെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഹല്ലേലൂയ. വെറുതെ അബ്ദമായി പോയെന്ന് ഈ കാലം മുഴുവൻ പ്രസംഗിച്ചത്. കാരണം പ്രസംഗിക്കേണ്ടത് ഈ സംഭവം യേശു പ്രസംഗിക്കാതെ ഇവരായത്തെ കുറിച്ച് ഇങ്ങോട്ടേക്ക് എത്തുക. വായിച്ചേട്ടെ 21-27. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പൊ അവനവൻ ചിന്തിച്ച ഞാൻ അതിൽ കിടക്കുന്നു. നമ്മൾ പറഞ്ഞത് കൈപ്പറ്റി ഈ കാട് വലിയത് യേശുടെ കത്താൻ ചോദിച്ചാൽ കിടക്കുന്നല്ലേ? യേശു സമ്മതിക്കത്തില്ല. യേശു എന്നെ കർത്താവിനെ കർത്താവെന്ന് പറഞ്ഞാൽ അവിടെ കയറത്തില്ല. എന്റെ പിതാവിനെ ഇഷ്ടം അവിടെ കയറും. ബൈബിള് പറയുന്നത് കുഞ്ഞാന്റെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛത ഭോഷ്ക് പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. ഇന്ന് എത്ര ഭോഷ്ക് പറഞ്ഞു, എത്ര മ്ലേച്ഛത ചെയ്തു, അവനോടൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയാണ് ഈ വചനപ്രകാരം അവിടെ കയറൂ. കേറാൻ അക്കൗണ്ട് ഒരുങ്ങുക. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊരു മത്സരം. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയണത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അതല്ലേ വെളിപ്പാട് 21-7 പറയണേ. അയാൾ ആരാധിക്കുന്നവന് കിട്ടും എന്നാണ് പറഞ്ഞത്. 21-7 വായിച്ച സിസ്റ്ററെ, ഇതേ അധ്യായത്തിൽ തന്നെ അതിന്റെ 7 വായിച്ചേ. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ.
ഇതാണ് അവകാശം. മനസ്സിലായോ? ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഇതാണ് അവകാശം. ഈ ഭൂമിയിൽ നിന്ന് ഇതാ പഴയ കുടിയാനും അതാണ് പിശാചിക്ക്. അവരാണ് ഇന്ന് ആകാശമണ്ഡലത്തിലുള്ളത്. പുതിയ കുടിയാൻ ഇതാണ് മനുഷ്യർ. ഇവര് തമ്മിലാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ ഇതുകൊണ്ടാണ് പറയുന്നത്, ജഡരക്തങ്ങളോട് നിങ്ങൾക്ക് പോരാട്ടമില്ല, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ അവരാണ് ആധിപത്യം വഹിക്കുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ആധിപത്യം വഹിക്കുന്നവരോടുമാണ് നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. അതിൽ നിങ്ങൾ പിശാചിനെ ജയിച്ചാൽ ജയിക്കുന്നവന് ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമിലുള്ള ദൈവരാജ്യത്തിൽ അവകാശം. ഒരു ബോൾക്ക് പറയുന്നതിലും മ്ലേച്ഛ പ്രവർത്തിക്കും അവിടെ കയറത്തില്ല. അപ്പോ നിങ്ങൾ മനസ്സിലായോ? ഇതാ വ്യാജ സുവിശേഷം കൊണ്ടുവന്നിട്ട് ഈ സംഭവങ്ങൾ റിക്വയർമെന്റ് ഒന്നും പറയില്ല. വ്യാജ സുവിശേഷം വന്നിട്ട് യേശുവിനെ കർത്താവ് സ്വീകരിക്കുക, ഇനി അങ്ങ് സ്തുതിച്ചാ മതി, ആരാധിച്ചാ മതി, നീ അവിടെ ചെല്ലുന്ന. എന്റെ പൊന്നുമക്കളെ, ഈ ബൈബിൾ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കാൻ തയ്യാറാകില്ല. ദയവ് ചെയ്ത് പ്രസംഗകാരന്റെ പ്രസംഗം കേട്ടിട്ട് ബരോവയിലുള്ളവരെ പോലെ അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയി. ആണോ? നരകത്തിന്, സ്വർഗത്തിനല്ല. അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാതെ ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ പറയൂ. ഒരു കത്തോലിക്കരായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ്. സത്യവിശ്വാസം തിരുവചനത്തിൽ നിന്ന് മനസ്സിലായിട്ട് ഞങ്ങളുടെ കൂട്ടക്കാരോട് പറയുമ്പോൾ അവരെന്നാ പറഞ്ഞെന്നറിയാം? ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാര് കിടന്നോടത്ത് തന്നെ കിടന്നാ മതി കേട്ടാ, നീ വലിയ കാര്യമൊന്നും പറയാം. ഞാൻ ഹൃദയോട് എന്നാ പറഞ്ഞേ, ചെയ്യാനുള്ളത് ചെയ്തു, പിന്നെ നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് അതിനെ എതിർക്കാൻ പറ്റുമോ? കാരണം ഇവിടെ വെച്ച് തന്നെ എല്ലാവരും തീരുമാനം എടുക്കണം. ഇന്ന് എന്റെ വീണ്ടും ജനിച്ച സഹോദരങ്ങളോട് ഇത് പറയുമ്പോൾ അവര് പറയാണ്, ഞങ്ങളുടെ കാർന്നോന്മാരായിട്ട് എഴുതി വെച്ച പരിപാടികൾ അതൊക്കെ മാറ്റാൻ ഞങ്ങൾക്ക് പറ്റൂല. എന്റെ മക്കളെ, കാർന്നോന്മാരുടെ മുകളിലുള്ള കാർന്നോരായ ദൈവം എഴുതി വെച്ചതാണ് ഈ വിശുദ്ധ ബൈബിളിന്റെ കാര്യം. നമ്മുടെ 3 or 4 തലമുറ മുകളിൽ എഴുതി വെച്ചതല്ല നമ്മൾ നോക്കേണ്ടത്. ആ കാർന്നോന്മാരുടെ മുകളിൽ ഒരു കാർന്നോരുണ്ട്, അതാണ് ദൈവം. ആ ദൈവം എഴുതിയ മാറ്റം നമ്മൾ പോയാൽ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. അപ്പൊ ഇത് വ്യക്തതയോടെ ഈ സംഭവം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നേരത്തെ നിങ്ങൾക്കറിയോ, ഈ പഴയ ഭൂമിയിലായിരുന്ന ദൂതന്മാർക്ക് ശരീരത്തിൽ ജീവിക്കാമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം അവരെ അനുവദിക്കുന്നില്ലത്. ഇന്ന് ദൈവം അവരെ ഈ ഭൂമിയിലേക്ക് ശരീര രൂപത്തിൽ വരാൻ അനുവദിക്കുന്നില്ല. നേരെ ദൈവം അവരെ ആത്മരൂപത്തിൽ മാത്രം ആകാശ മണ്ഡലത്തിൽ അവരെ ലിമിറ്റ് ചെയ്തു. അതാണ് അവരുടെ വാഴ്ച സ്ഥലം. ഇനി ആ വാഴ്ച കാത്തുകൊള്ളാതെ ആരെങ്കിലും ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ ആ വാസസ്ഥലം വിട്ട ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട്, ദൈവത്തിന് പോലീസ് ഉണ്ട് കേട്ടാ, അന്ധതമസിന്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ വെച്ചിരിക്കുക ശിക്ഷയ്ക്കായിട്ട്. കാരണം ഈ ദൂതന്മാർക്ക് ദൈവത്തിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇറങ്ങാം, ശരീരത്തിൽ ഇറങ്ങാം. ഇങ്ങനെ പലരും ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അബ്രഹാത്തിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇതാ ഞാൻ എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായത് അനുഭവിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം അതിന്റെ 13 അധ്യായത്തിലേക്ക് വന്നേ. 13 അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന കാര്യം, നിങ്ങൾ പലപ്പോഴും നമ്മളെ സഹായിക്കാൻ വരുന്ന ദൂതന്മാരായിരിക്കാം ശരീരരൂപത്തിൽ, ദൈവത്തിന്റെ പെർമിഷൻ എടുത്തിട്ട് വരുന്നതാ. ഹല്ലേലൂയ. 13:2 വായിച്ച്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പറയാണ്, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഒരു സൽക്കരിച്ചത് മനുഷ്യരെ അല്ല യഥാർത്ഥത്തില്, പക്ഷെ ഇവര് വന്നത് മനുഷ്യരായിട്ടാ. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവര് വന്നത് മനുഷ്യരായിട്ടാ. അവര് സൽക്കരിച്ചത് ദൈവദൂതന്മാരായിരുന്നു. കാരണം ദൈവദൂതന്മാർക്ക് ഇവിടെ ഇറങ്ങാന്നേ ദൈവത്തിന്റെ പെർമിഷൻ. കാരണം നേരത്തെ അവർ ഈ ഭൂമിയിൽ 2 ശരീരം, ആത്മശരീരവും ഭൗതിക ശരീരവും ഉള്ളവരായിട്ട് നിന്നിരുന്നേ. എന്നാൽ ഇന്ന് ദൈവം അത് ക്യാൻസൽ ചെയ്തിട്ട് അവരെ ആത്മശരീരത്തിൽ മാത്രം ലോക്ക് ചെയ്തു. എന്നാൽ അത് വിട്ട് താഴേക്ക് ഇറങ്ങി വരും. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ഒരു ഭാഗം നമുക്ക് കാണാം, അതിന് ഉറപ്പൊന്നും നമുക്കില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമിയിൽ മനുഷ്യരുടെ പുത്രിമാർ സുന്ദരിമാരെന്ന് കണ്ടിട്ട് ദൈവത്തിന്റെ പുത്രന്മാർ അവരുടെ വാഴ്ചസ്ഥലം വിട്ടിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി ഇവരെ പ്രാപിച്ചു വന്നു.
അവരാണ് അതിലൂടെ ജനിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് പുരാതന കാലത്തെ മല്ലന്മാർ. ഇതിനെ നിങ്ങൾ ആരെങ്കിലും തർക്കിക്കാമെന്ന് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കാരണം ഇതിനൊന്നും ബൈബിൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ഒരു ചെറിയൊരു ഹിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി മനസ്സിലാക്കുക, ഈ ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തറിയാമോ? ഇവിടെ ഉണ്ടായിരുന്ന ഈ ദൂതന്മാരെ അവരെ ലോക്ക് ചെയ്ത അന്ധതമസിന്റെ ലോക്കിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നേരെ ഇന്ന് ആകാശമണ്ഡലത്തിൽ വെച്ചു. അവരെ ഓൾറെഡി ശിക്ഷയുള്ളവരവര് ആകാശമണ്ഡലത്തിൽ വെച്ചു. അവരാണ് ഇന്ന് ഈ ലോകത്തിന്റെ അന്ധകാരാധിപത്യ ശക്തികൾ. അവരുടെ കീഴിലാണ് നമ്മൾ ശരീരത്തിൽ നിൽക്കുന്നത്, ജഡത്തിൽ നിൽക്കുന്നത്. ജഡത്താൽ ജനിച്ച ജഡം എന്ന് പറയാറില്ലേ, അവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഇനി നമ്മളും ഇവരും തമ്മിലാണ് പോരാട്ടം. പഴയ കുടിയാനായ പിശാചും പുതിയ കുടിയാനായ മനുഷ്യരും. ഇത് യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഉപമ, കുലീനനായ ഒരു മനുഷ്യൻ ഒരു തോട്ടം ഉണ്ടാക്കി, അതില് കാര്യങ്ങളൊക്കെ റെഡിയാക്കി, എന്നിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ചു. അതാണ് ഈ സ്ഥലം. മനസ്സിലായോ? കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് അനുഭവം വാങ്ങേണ്ടതിന് തന്റെ ആളുകളെ വിട്ടപ്പോൾ ഇവർ കീഴടങ്ങത്തില്ല, ഇവർ അനുഭവം കൊടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. യഹൂദന്മാരെയും രണ്ടുപേരെയും പഴയ കുടിയാന്മാരോട് ചേർത്ത് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. ഇനി നമുക്കിവിടെ ഇതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഈ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്ത് യഹൂദന്മാരില്ല, പിശാചികൾ മാത്രമേ ഉള്ളൂ, പഴയ കുടിയാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇത് അബ്രഹാത്തിന്റെ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇവിടുത്തെ പദ്ധതി. അപ്പോ അബ്രഹാത്തിന്റെ മക്കളോടാണ് ദൈവരാജ്യ സുവിശേഷം യേശുക്രിസ്തു വന്ന് പറഞ്ഞത്, ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വരിക. ഇത് പറഞ്ഞപ്പോ ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോ ഇവരനുസരിക്കാൻ തയ്യാറല്ല. ഇവരെയും പഴയ കുടിയാനെയും കൂടി ചേർത്ത് പറയുന്ന ഒരു ഉപമയാണ്. ആ ഉപമ നമുക്ക് വായിക്കുമ്പോൾ ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ആ ഉപമ മത്തായി 21 അവള് കാണുന്നത്. ആ ഉപമയിൽ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ പിതാവ് ഇങ്ങോട്ട് വരും, എന്റെ പിതാവാണ് ഉടമസ്ഥൻ. ഉടമസ്ഥൻ വരുമ്പോ ഈ പഴയ കുടിയാനില്ലേ, പിശാചും കൂട്ടരും, പഴയ കുടിയാനെ അവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് തക്ക സമയത്ത് അനുഭവം തരുന്ന, ഫലം തരുന്ന പുതിയ കുടിയാന്മാരെ ഈ രാജ്യം വരമേൽപ്പിക്കും, തോട്ടം വരമേൽപ്പിക്കും. എന്തായി കാണിക്കുന്ന അറിയാമോ? പിശാചുക്കളെയും കൂട്ടരെയും അവരെ ശിക്ഷയിലേക്ക് തള്ളിവിടും. എന്നിട്ട് ഫലം കൊടുക്കുന്ന വ്യക്തിയാണ് ഞാനും നിങ്ങളും എങ്കിൽ നിങ്ങളെ ഈ ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കും. പിടുത്തം കിട്ടിയ യഹൂദന്മാരോട് പറയുകയാണ്, ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ തള്ളി, നിങ്ങൾ ഇതിനനുസരിക്കുന്നില്ല, ദൈവ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്ഷം എടുക്കും, തന്നതായിരുന്നു തിരിച്ചെടുക്കും. എന്നിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന, അത് തുഷാരയാണെങ്കിൽ തുഷാരയ്ക്ക്, സാജു ആണെങ്കിൽ സാജുവിന്, ഷാജി ആണെങ്കിൽ ഷാജിക്ക് ഫലം കൊടുക്കുന്നവന് ഞാൻ കൊടുക്കും. അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉപമയാണ് സംഭവം. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം. ഉപമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഭൂമിയിലെ കഥ സ്വർഗീയാർത്ഥം പലതിനെയും കൂട്ടിച്ചേർക്കും. പലതിനെയും, അതിനുള്ള ഹിഡൻ മീനിങ് ആണ് കിടക്കുന്നത്. പലതിനെയും കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇടയാകും. ഓ ഫാദർ വി താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു അപ്പ. ഇതിന്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിന് 28-ാം വാക്യം, എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തെ ഇതിൽ അനുതപിച്ച് അവൻ പോയി. 2ാമത്തവന്റെ അടുക്കൽ വന്നു. അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാണ് അപ്പന്റെ ഇഷ്ടം ചെയ്തത്? 1ാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു പറഞ്ഞു അവരോട്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾ, ആരാണ് നിങ്ങൾ? യഹൂദന്മാർ, നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു.
എന്ന് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു ഈ കാര്യം പറയുന്നത്. കാരണം യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവിശ്വസിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾ അവരെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. ഇത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, യഹൂദന്മാരായ നിങ്ങൾ യോഹന്നാൻ എന്ത് ഉപദേശിച്ചു വന്നു? സിസ്റ്റർ 32 വാക്യം വായിച്ച്. യോഹന്നാൻ എന്തുപദേശിച്ചാ വന്നേ? നീതിമാർഗം. എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ എഴുതിക്കോ. യോഹന്നാൻ ഉപദേശിച്ച നീതിമാർഗം എന്താ? ഇന്ന് സഭ ഉപേക്ഷിച്ച സംഭവമാണ്. നല്ലൊരു പങ്ക് സഭകൾ യോഹന്നാൻ ഉപദേശിച്ച നീതിമാർഗം എന്താ അറിയാമോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, അതായത് ഉടമസ്ഥൻ വരുന്നു. ഉടമസ്ഥൻ വരുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെട്. അതായത് ദൈവം വരുന്നു, ഉടമസ്ഥൻ വരുന്നു, മനുഷ്യരോടുകൂടെ താമസിക്കാൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം യോഹന്നാൻ പറഞ്ഞ നീതിമാർഗം 1-2 വാക്യം വായിച്ച്. അൺമ്യൂട്ട് ചെയ്താണ്. 3-1-2. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു. യഹൂദ്യ മരുഭൂമിയിൽ യോഹന്നാൻ പ്രസംഗിച്ച നീതിമാർഗം എന്താ? യോഹന്നാൻ പ്രസംഗിച്ച നീതിമാർഗം എന്താ? സ്വർഗരാജ്യം, ദൈവരാജ്യം സമീപിച്ചു. ഉടമസ്ഥൻ വരുന്നു. നിങ്ങറിയോ ഉടമസ്ഥൻ വരുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ? ഉടമസ്ഥൻ വരുന്നത് ഈ പഴയ കുടിയാനെ മാറ്റിയിട്ട് പുതിയ കുടിയാന് തോട്ടം കൊടുക്കാനാണ് ഉടമസ്ഥൻ വരുന്നത്. അറിയോ നിങ്ങൾ? ഉടമസ്ഥൻ ആരാന്നറിയോ? സ്വർഗസ്ഥ പിതാവ്. അവകാശി ആരാന്നറിയോ? ക്രിസ്തു മകൻ. ഹല്ലേലൂയ. ക്രിസ്തു അവകാശിയാണ്, ഉടമസ്ഥൻ സ്വർഗസ്ഥ പിതാവാണ്. ഹല്ലേലൂയ. ഇതാണ് ആ ഉപമയിൽ ഇനി താഴേക്ക് കൊടുക്കാൻ പോണത്. അവിടെ പറയുന്ന തന്റെ ദാസന്മാരെ അയച്ചു. കുടിയാന്മാർ സമ്മതിച്ചില്ല. കീഴടങ്ങാൻ തയ്യാറല്ല. ഒരാളെ തല്ലി, ഒരാളെ പലതും പറഞ്ഞു, ചിലരെ തോട്ടത്തിന് പുറത്താക്കി കൊന്നും കളഞ്ഞു. ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ കാര്യമാണ് പറഞ്ഞേ. ഇനി അവസാനം ഈ യഹൂദന്മാരുടെ അടുക്കലേക്ക് തന്റെ ഒരേ ഒരു മകനെ അയക്കുകയാണ്. അപ്പൊ യഹൂദന്മാരുടെ പുറകിൽ നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് അവർ പിശാചിന് കീഴടങ്ങി. അവർ പിശാച് യഹൂദന്മാരോട് പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവനാണ് അവകാശി. ആര്? ക്രിസ്തു ഓണറല്ല, അവകാശിയാണ്. ശ്രദ്ധിക്കുക, ഇവനാണ് അവകാശി. ഇത് തന്നെയാണ് എബ്രായർ 1:1-2 പറയുന്നത്. ദൈവം പണ്ട് ഭാഗവുമായി തന്റെ പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചു. പുത്രനിലൂടെ സകലത്തെ സൃഷ്ടിച്ചു. അവനെ സകലത്തിലും ഓണറല്ല, അവകാശിയാക്കി വെച്ചു. ഇത് ശ്രദ്ധിക്കുക, ഈ അവകാശിയായ പുത്രനെ ഇങ്ങോട്ട് അയച്ചു. ഈ അവകാശിയായ പുത്രനെ അയച്ചപ്പോ പിശാചുക്കളും കൂട്ടിനും പറഞ്ഞു, ഇവനാണ് അവകാശി. അവർക്കറിയാം അവകാശി ആരാന്ന്. അതുകൊണ്ടല്ലേ പലയിടത്തും പറഞ്ഞു മഹോന്നതനായ ദൈവത്തിന്റെ പുത്രാന്ന്. ഹല്ലേലൂയ. ഇവനാണ് അവകാശി. ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടേതാകും. മനസ്സിലായോ? ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടേതാകും. അങ്ങനെ പിശാച് യഹൂദന്മാരിലൂടെ യേശുവിനെ പിടിച്ച് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കൊടുത്തു. കള്ളക്കേസുണ്ടാക്കി. ഇന്നും നല്ല ദേവദാസന്മാർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കാൻ പോകുന്നത് ദൈവദാസന്മാർ ചമഞ്ഞു നടക്കുന്ന വേറെ ആളുകളാണ്. കള്ള സഹോദരങ്ങളാണ് ഉണ്ടാക്കി എടുത്തിട്ട് കൊടുക്കുന്നത്. ഹല്ലേലൂയ. കണ്ടിട്ടില്ലേ താഴെ കമന്റ് എഴുതുന്നത്? കാരണം എങ്ങനെയെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി ഇവരെ കാരണം യഥാർത്ഥത്തിൽ അവരാരാണ്? കള്ള സഹോദരങ്ങളാണ്.
യേശുക്രിസ്തു യഹൂദന്മാർ എല്ലാവരുമല്ല, യഹൂദന്മാരോട് ചിലരോട് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്യാൻ, പിശാചിന് ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ പിശാചും കൂട്ടരും പറയാണ് ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ. യഹൂദന്മാർക്ക് ഈ ഒരു സംഭവം അറിയത്തില്ല. യഹൂദന്മാര് യേശു കള്ളത്തട്ടിപ്പാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഒരു കൂട്ടര്. അപ്പോ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ല. പക്ഷെ അതിന്റെ പുറകെ പിശാചും കൂട്ടരും പറയും ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടേതാകും, രാജ്യം നമ്മുടേതാകും എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ ഉപയോഗിച്ച് ഇതാ യേശുവിനെ കൊല്ലുകയാണ്. ലോക കോടതി പറഞ്ഞു ഇവര് ഒരു കുറ്റമില്ല. പക്ഷെ യഹൂദന്മാർ സമ്മതിച്ചില്ല. ഇവനെ കൊന്നോ, ആ കുറ്റം ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ മക്കളുടെ മേലെ ആ രക്തം വീണോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊന്ന് പുറത്താക്കിയപ്പോ അടുത്ത എഴുതിയിരിക്കുകയാണ്, ഇത് ചെയ്തു കഴിഞ്ഞപ്പോ ആര് വരും? ഉടമസ്ഥൻ വരും. ഇപ്പൊ അതിനു മുമ്പ് വന്ന അവകാശിയാ വന്നേ, ഇനി വരാൻ പോണത് അവകാശിയല്ല, ഉടമസ്ഥൻ വരും. അതാണ് പിതാവായ ദൈവം. ആ പിതാവായ ദൈവം 1000 വർഷം ഭരണത്തിന് ശേഷം ഇങ്ങോട്ട് കയറി പോരും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അന്ന് പിശാചിന്റെ ശിക്ഷ അവന് നടപ്പിലാകുകയും ചെയ്യും. അവനെടുത്ത് തീപ്പൊയ്യിലെടുത്ത് കളയുകയും ചെയ്യും. ഹല്ലേലൂയ. മൃഗവും കള്ള പ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്യിലേക്ക് അവനെയും തള്ളും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു രംഗം നമ്മുടെ ജീവിതം തിരിച്ചു കാണണം, നമ്മൾ തിരിച്ചറിയണം. പിശാചിന്റെ ന്യായവിധി നടക്കാൻ പോവുകയാണ്. ഓൾറെഡി അവന് ന്യായം വിധിച്ചു കഴിഞ്ഞ് നടപ്പിലാക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ന്യായവിധി നടപ്പിലാക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ സഭക്കാരെ, ഒരുത്തന് നേരെ കേസിന് പോകണം. നിങ്ങൾ ആരാന്നറിയോ? ദൂതന്മാരുടെ ന്യായവിധി നടപ്പിലാക്കേണ്ടവരാ നിങ്ങൾ. അതായത് പിശാചിന്റെയും കൂട്ടരുടെയും ന്യായവിധി എഴുതിയിട്ടുള്ളൂ, അത് നടപ്പിലാക്കേണ്ടത് നമ്മളാണെന്നും. ഇത്രയും വലിയ കാര്യം ചെയ്യാൻ പോകുന്നവരാണ് ഒരു ചാക്കോച്ചൻ, ഒരു മേരിക്കുട്ടി, അല്ലെങ്കിൽ ചാക്കോച്ചനും ജോസഫ് കുട്ടിയും തമ്മിൽ അടിയുണ്ടായിട്ട് നേരെ ലോകത്തിലെ കോടതിയിലേക്ക് പോണേ. ഇതിനെ തീർക്കാൻ നിങ്ങളുടെ ഇടയിൽ ജ്ഞാനിയായ ഒരുവനും ഇല്ലയോ എന്നും പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ സഭയോട് സംസാരിക്കുന്നതാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായം. കാരണം ഈ ദൂതന്മാരുടെ ന്യായവിധി, പിശാചിനെയും കൂട്ടരുടെ ന്യായവിധി നടപ്പിലാക്കേണ്ടവരാണ് നമ്മൾ. അതാ ദൈവത്തിന്റെ വചനം റോമ 16:20 പറയുന്ന സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചുകളയും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചിലർ പറയും ഇത്രയും നാൾ ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ലായിരുന്നല്ലോ. ഇത് നിങ്ങൾ അറിയാതിരിക്കാനല്ലേ പിശാച് ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ അറിയരുത്. നിങ്ങൾ വേണം അവനെ തോൽപ്പിക്കാൻ എന്നുള്ള കാര്യം നിങ്ങൾ അറിയരുത്. നിങ്ങൾ ഇവിടെ പരസ്പരം ലോകത്തിലെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, പിന്നെ ചാക്കോച്ചനും മേരിക്കുട്ടിയും തമ്മിൽ ഇടി, ചാക്കോച്ചനും ജോസഫും തമ്മിൽ ഇടി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി, അവിടെ കമന്റ് എഴുതി, ഇവിടെ കമന്റ് എഴുതി ഒക്കെ നടന്ന് നമ്മുടെ സമയം തീരുകയെ കുറച്ച് ദിവസമേ ഉള്ളൂ. 50, 60, 70 ഏറിയാൽ 80. അതിനുള്ളിൽ ഇതാ നമ്മൾ പിശാചിനെ ജയിച്ച് കയറി ചെല്ലണം. ഹല്ലേലൂയ. എക്സാമിനേഷൻ ഹാളിൽ കയറി 3 മണിക്കൂർ പരീക്ഷ എഴുതി കൊടുക്കണം. 2 മണിക്കൂർ നോക്കിയപ്പോ അപ്പുറത്തെ ക്രിക്കറ്റ് കളി, ജനലിൽ കൂടി ക്രിക്കറ്റ് കളിയും കണ്ടുകൊണ്ടിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റിയില്ല, തോറ്റുപോയി. അതുപോലെ ലോകത്തിന്റെ കളിയും കണ്ടുകൊണ്ടിരുന്ന് സമയം കളയരുത്. ഉള്ള സമയം യേശു ചെയ്തതുപോലെ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ നോക്കിക്കോ. എബ്രായർ 10:36 പറഞ്ഞു കേട്ടോ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാം. അപ്പൊ എന്ത് ചെയ്താലേ വാഗ്ദത്തം കിട്ടൂ? സ്തുതിച്ചാലല്ല. സ്തുതിക്കലൊക്കെ നല്ലതാ. ദൈവേഷ്ടം ചെയ്താലേ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റൂ. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. അതുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അപ്പൊ ഇതിന്റെ താഴേക്ക്, അപ്പൊ യോഹന്നാൻ പ്രസംഗിച്ച നീതിമാർഗം എന്നാന്ന് മനസ്സിലായോ? അപ്പം വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിന്നോടുകൂടെ ജീവിക്കാൻ വരുന്നു എന്ന സന്ദേശമാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. ഇത് തന്നെയല്ലേ യേശു പ്രസംഗിച്ചേ? ഇതല്ലേ നമ്മൾ പ്രസംഗിക്കാത്തത്? അപ്പോ യോഹന്നാൻ പ്രസംഗിച്ചതും യേശു പ്രസംഗിച്ചതും ഒക്കെ ഒന്ന് തന്നെ. യോഹന്നാനെ കുറിച്ച് പറയാണ്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അപ്പൊ ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യൻ എന്നാ പ്രസംഗിച്ചേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവേ. ഇനി ദൈവം അയച്ചിട്ട് ദൈവപുത്രൻ വന്നു. ദൈവപുത്രൻ പറഞ്ഞു, ഞാൻ പിതാവ് എന്നെ അയച്ചിട്ടാ ഞാൻ വന്നേന്ന്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞപ്പോ പറയാം അങ്ങനെ പറയരുതെന്ന്. എന്താ അങ്ങനെ പറഞ്ഞാൽ യേശു കുറഞ്ഞു പോകും. പക്ഷെ ഞാൻ പറഞ്ഞു ബൈബിളിൽ ഇങ്ങനെയല്ലേ എഴുതിയേക്കണേ. യേശു വ്യക്തമായിട്ട് പറഞ്ഞല്ലോ എന്നെ പിതാവ് അയച്ചിട്ട് ഞാൻ വന്നേന്ന്. ഇല്ലില്ലല്ല, അങ്ങനെയൊന്നും പറയരുത്. ശ്രദ്ധിച്ചേ,
ദൈവം അയച്ചിട്ട് യോഹന്നാൻ വന്നു, ദൈവം അയച്ചിട്ട് ദൈവത്തിനായ ക്രിസ്തു യേശുവായി ഭൂമിയിലേക്ക് വന്നു. ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ ഉള്ളത് സന്ദേശം, നീതിമാർഗം ഒന്നേ ഉള്ളൂ: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ദൈവം അയക്കാതെ വന്നവരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. ദൈവം അയച്ചിട്ട് വന്നവരെ യോഹന്നാൻ പറഞ്ഞതുപോലെ നീതിമാർഗം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്, മനുഷ്യനെ മാനസാന്തരപ്പെടുക. യേശു പറഞ്ഞതുപോലെ, ദൈവോത്തരം പറഞ്ഞതുപോലെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതെ നിന്റെ അപ്പൻ ഉടമസ്ഥം വരുന്നു, സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്ടോളാ. ഹല്ലേലൂയ. ദൈവം അയക്കാതെ മനുഷ്യരയച്ചവരൊക്കെ പലതും പറയും. അവനോ തന്നെ തീരുമാനം എടുത്തോ. ഈ സമയം നമുക്ക് മാനസാന്തരപ്പെടാനുള്ള സമയ. അതും ഇതൊക്കെ പറയാതെ എന്താണോ പിതാവ് നമ്മളെ പറയാൻ ഏൽപ്പിച്ചത് അത് പറയാ. യേശുവിനെ കുറിച്ച് പിതാവ് ശിഷ്യന്മാരോട് പറഞ്ഞ സാക്ഷി ഇതാണ്: യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. അവർ 3 കൂടാരം ഉണ്ടാക്കാൻ പോയി. ഉടനെ പിതാവ് ഇടപെട്ടു. എന്റെ ഭാഷ പറഞ്ഞ ഇങ്ങനെ: നിന്റെ കൂടാരം ഒന്നും ഇവിടെ വേണ്ട, ഇവൻ എന്റെ പ്രിയ പുത്രനാ. പിതാവ് പറഞ്ഞ സാക്ഷിയാണ്. മനുഷ്യര് പല സാക്ഷികളും പറയും. കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവം നല്ലവരും വിശ്വസ്തനുമായിരുന്നു, ബൈബിൾ ഇങ്ങനെ വെച്ചിട്ട് പറയാറില്ലേ? അത് മനുഷ്യന്റെ സാക്ഷിയാ. എന്നാൽ ദൈവ സാക്ഷ്യം പറയാം. ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവത്തിന്റെ സാക്ഷ്യമോ മനുഷ്യന്റെ സാക്ഷ്യത്തെക്കാൾ ശ്രേഷ്ഠമാ. ദൈവ സാക്ഷ്യം പറയാ, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്, ഇവന് ചെവി കൊടുക്കാൻ. എന്ത് ഈ ചെവി കൊടുക്കണേ? ചെവി കട്ട് ചെയ്ത് കൊടുക്കാനാ പറഞ്ഞേ? ഇവന് പറയാനായിട്ടുള്ള സന്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് അവൻ പറയും. അതാണ് നീതിമാർഗം. അത് കേട്ടോളണം. അപ്പൊ ദൈവം അയച്ചവർ ആ സന്ദേശം കേൾക്കും, ആ സന്ദേശം പറയും. ദൈവത്തിന്റെ മക്കളത് കേൾക്കും. അല്ലാത്തവർ ആ സന്ദേശം പറയത്തില്ല, മിണ്ടത്തില്ല. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ജയം പ്രാപിക്കണോ? യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാം. ഹല്ലേലൂയ. നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ, ദൈവപുത്രനെ, ദൈവ ഇഷ്ടം ചെയ്ത ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ആ ക്രിസ്തുവാകുന്ന തലയോളം വളരണം. അത് വെറുതെ നടക്കില്ല. അതൊരു പ്രോസസ്സാണ്. യേശുവെ അനുഗമിക്കുന്നതിലൂടെയാണ് നടക്കുന്നത്. ഹല്ലേലൂയ. അല്ലാണ്ട് സ്തുതിക്കുന്നതിലൂടെയല്ല. ആരും നിങ്ങളെ കബളിപ്പിക്കരുത്. ദൈവത്തിന് വേണ്ട എല്ലാ ബഹുമാനവും കൊടുക്കുക. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ദൈവരാജ്യത്തിൽ എത്തത്തില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിനുള്ള ബഹുമാനം എന്ന് പറയുന്നത്, ഈ ദൈവോത്തരം നമ്മളോട് 25 പ്രാവശ്യം ബൈബിൾ എഴുതിയിരിക്കുകയാണ്. 4 സുവിശേഷങ്ങളിൽ മാത്രം. എന്നെ അനുഗമിക്കേ. അങ്ങനെ യഥാർത്ഥത്തിൽ യേശുവെ അനുഗമിക്കുന്നതാണ് യേശുവിനോടുള്ള ആരാധന. ഇതൊന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് വാഗോണ്ട് കുറെ പുകഴ്ച വാക്കുകൾ പറയാനായിട്ട് 5 പൈസ ചെലവില്ല. പക്ഷെ യേശുവെ അനുഗമിക്കണമെങ്കിൽ നല്ല ചെലവുണ്ട്. തന്നെത്താൻ ത്യജിക്കണം, തന്റെ ക്രൂശ് എടുക്കണം, എന്നിട്ട് പല സഹനങ്ങളിലൂടെ പോകണം. ഈ യാത്രയിൽ പലരോട്, ലോകത്തുള്ള പലരോട് നോ 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 പറയണം. ഇത് ലോകത്തുള്ള ഒരുവരോട് നോ പറയാനും പറ്റത്തില്ല. യേശു അനുഗമിക്കുന്നത് പേര്. എന്റെ മോനെ, ആരും അവനവനെ തന്നെ ചതിക്കണം. നീ പിൻപിലുള്ളതിന് മറന്നു മുൻപിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, മുൻപിലോട്ട് നിനക്ക് പോകണമെങ്കിൽ പുറകിലുള്ള പലതിനോട് നോ പറയണം. നോ പറയാതെ നിനക്ക് മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റത്തില്ല. പലരും ചിന്തിക്കുന്നില്ല, ഞാനിപ്പോ 35 വർഷമായി സഭയിലായിട്ട് എനിക്ക് വളർച്ചയില്ല. അതിന്റെ കാര്യം എന്താ? ഒന്ന്, യേശുവിനെ അനുഗമിക്കുന്നില്ല. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി സ്വർഗീയ പിതാവോടുകൂടെ ജീവിപ്പാൻ യേശുവെ അനുഗമിക്കുന്നില്ല. അത് തന്നെ കാര്യം. പേര് കേൾക്കുന്നു. അനുഗമിക്കണമെന്നുള്ള ക്ലാസ് വർഷത്തിലൊരിക്കൽ ഒരു യഥാർത്ഥ ക്ലാസ് എടുക്കും. അത് കേൾക്കുന്നുണ്ട്. പക്ഷെ അനുഗമിക്കണമെങ്കിൽ പിൻപിലുള്ള പലരോട് നോ പറയണം. അല്ലെങ്കിൽ സേദോം ഗോമോറയോട് നോ പറഞ്ഞാൽ മാത്രമേ ദൈവം പറഞ്ഞ പർവ്വതത്തിന്റെ മോളിലേക്ക് ലോത്തിനും കുടുംബത്തിനും കയറാൻ പറ്റൂ. പക്ഷെ ലോത്തിന്റെ ഭാര്യയ്ക്ക് അതിന് മനസ്സില്ല. അവളുടെ മനസ്സ് മുഴുവൻ പുറകിലാ കിടക്കണേ. അവള് പോകാൻ, ലോത്തിനും പോകാൻ പറ്റണില്ല. കാരണം ഈ പെണ്ണുമുള്ള പിടിച്ചു നിർത്തല്ലേ. ഒരേ നിന്നെ ആരാ പിടിച്ചു നിർത്തുന്നത്? അവസാനം ദൂതം വലിച്ചു പുറത്തിറക്കി വീട്ടിന്റെ പുറത്തേക്ക്. പൊക്കോ, രക്ഷപ്പെട്ടോ. ഈ പെണ്ണുമുള്ള വിടുവോ? ഈ പെണ്ണുമുള്ള തിരിഞ്ഞു നോക്കി നോ പറയാൻ പെണ്ണുമുള്ളക്ക് വയ്യെന്ന് യേശു പ്രത്യേകം ഓർപ്പിച്ചു. അവളെ ഓർത്തോളാൻ. ഏതാവളെ? ലോത്തിന്റെ ഭാര്യയെ ഓർത്തോളാം. നീ നോ പറയാതെ എവിടെയിട്ട് ഓടുന്നത്? നിനക്ക് അതും വേണം ഇതും വേണം. നടക്കൂല. പണ്ട് കാർന്നവന്മാര് പറഞ്ഞൊരു പഴഞ്ചൊല്ല് ഓർക്കുന്നു: ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് കളയാനും വയ്യ. നടക്കൂല മോനെ, നടക്കൂല. നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നടക്കൂല. ഇന്ന് നീ ചെയ്യുന്നുണ്ട് എക്സ്പെർട്ടായിട്ട്. പക്ഷെ യേശു പറയുന്നു, നിന്നെ ഞാൻ തുപ്പിക്കളയും. നീ ശീതവാനോ അല്ല, ഉഷ്ണവാനോ അല്ല, ശീതോഷ്ണവാനായ നിന്നെ ഞാൻ എന്റെ വായിൽ തുപ്പിക്കളയും. ഹല്ലേലൂയ. എന്റെ പ്രിയ മോനെ,
പിൻപിലുള്ളതിനെ വിട്. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. അതിനെ വിട്. നീയെ നേരെ ക്രിസ്തുവെ അനുഗമിക്കാൻ. ഹല്ലേലൂയ. നിന്റെ ചിന്ത ഇവിടെ ഒന്നും, നിന്റെ ശരീരം മാത്രം ഇവിടെ മതി. നിന്റെ ഹൃദയം നിന്റെ ദൈവരാജ്യത്തിലായിരിക്കും. കർത്താവ് പറഞ്ഞു, നിന്റെ ഹൃദയം എവിടെയോ അവിടെ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും. എവിടെയാണോ നിന്റെ ഹൃദയം ഇരിക്കുന്നത്, അങ്ങോട്ടേക്ക് നീ പോകും. മനസ്സ് പോകുന്നിടത്തേക്ക്, ഹൃദയം പോകുന്നിടത്തേക്ക് മനുഷ്യൻ പോകും. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇത് പോകാൻ പറ്റാത്തതിന്റെ കാരണം നിന്റെ ഹൃദയം ഇരിക്കുന്ന ലോകത്താ. അതുകൊണ്ടാ അതിനെ വിട്ടു പോകാൻ പറ്റില്ല. ഹൃദയം ഇരിക്കുന്നത് കർത്താവിന് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതിന്റെ അർത്ഥം നിന്റെ ഹൃദയം ദൈവത്തോടുകൂടെ ജീവിക്കുന്നതിൽ കുണ്ട വെക്കേ. എങ്ങനെയെങ്കിലും നിന്റെ ഹൃദയം നിനക്ക് ആ യേശുവെ അനുഗമിച്ച് പോകാൻ പറ്റും. പിൻപിലുള്ളതിനെ മറന്നാലേ മുൻപിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് താഴേക്ക് വായിക്കാം. അപ്പൊ യോഹന്നാന്റെ നീതിമാർഗവും യേശുവിന്റെ നീതിമാർഗവും നമ്മുടെ പ്രസംഗിക്കുന്ന നീതിമാർഗം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? നമ്മൾ ഹെബ്രായർ 2:5 പറഞ്ഞില്ലേ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. അപ്പൊ നാം പ്രസ്താവിക്കുന്ന സുവിശേഷം എന്താ? ഒരു ഭാവി ലോകത്തെ കുറിച്ചാണ്. ഹെബ്രായർ 2:5 പറയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. നമുക്ക് ഈ പുസ്തകത്തിലേക്ക് വരാം. സിസ്റ്റർ ആ വചനം ഒന്ന് എടുത്തോട്ടെ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. അപ്പൊ നമ്മൾ പറയുന്ന ഹെബ്രായർ 2:5, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, അതാണ് ദൈവരാജ്യം. കണ്ടോ, ഈ കാണുന്ന ലോകം കണ്ടോ? ഇതാണ് സുവിശേഷം. ഇതാണ് യോഹന്നാന്റെ നീതിമാർഗം. ഇതായിരുന്നു യേശു ക്രിസ്തുവിന്റെ നീതിമാർഗം. ഇതാണ് പിതാവ് ശിഷ്യന്മാരോടും അപ്പസ്തലന്മാരോടും പറഞ്ഞു കൊടുത്തേ, ഇവന് നിങ്ങൾ കൂടാരമൊന്നും ഉണ്ടാക്കണ്ട, ഇവന് ചെവി കൊടുത്താൽ മതി. ഞാൻ ഇവന്റെ കയ്യിൽ വചനം കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ വചനം ഇവൻ നിങ്ങളോട് സംസാരിക്കും. ആ വചനം പോയി നിങ്ങളോട് സംസാരിച്ചാൽ മതി. ഇതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചത്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം ഘോഷിക്കും. ഹല്ലേലൂയ. അതായത് ദൈവം നിങ്ങളോട് താമസിക്കാൻ വരുന്നു. കാൽവരി ക്രൂശിലെ മരണമൊക്കെ അതിലേക്കുള്ള വഴിയാണ്. ഹല്ലേലൂയ. അപ്പൊ ഹെബ്രായർ 2:5 വായിച്ചു സിസ്റ്റർ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, ഇന്നത്തെ ഭൂമിയിൽ നിന്ന് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകമാണ് ഈ വരാൻ പോകുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. ഇതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ നിന്ന് പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ നീതിമാർഗമാണ്. ഇതാണ് യോഹന്നാൻ പ്രസ്താവിച്ചത്, നീതിമാർഗം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് അപ്പോസ്തലന്മാരും പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ദൈവത്തോട് വസിക്കാൻ യേശു ക്രിസ്തുവിന്റെ ആ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവുമായി ഏറ്റുപറയുക. ഇതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ച് പ്രസംഗിക്കുന്ന ഫിലിപ്പോസ്, ദൈവരാജ്യത്തെയും യേശുവിനെയും കുറിച്ച് ഉപദേശിക്കുന്ന പൗലോസ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു പറയാമോ? പിശാച് എന്ത് പറയുമോ? ദൈവരാജ്യം മുറിച്ചു കളഞ്ഞിട്ട്, ആ ലക്ഷ്യം മുറിച്ചു കളഞ്ഞിട്ട് ഒരു വഴി മാത്രം പറഞ്ഞ് യേശുവിനെ കൊണ്ടൊരു മതം ഉണ്ടാക്കി, ക്രിസ്തു മതം. അതല്ല കേട്ടോ, അതങ്ങനെ ബൈബിളിൽ ഇല്ല. ലക്ഷ്യം പറയുക ദൈവരാജ്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, അതാണ് സുവിശേഷം, ദൈവരാജ്യം. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞത്, ക്രിസ്തു പറഞ്ഞൊക്കെ അത് തന്നെയാ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം വിശദിയെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴടക്കിയത്. ദൂതന്മാരുടെ ലോകം ആദ്യത്തതാ. ആദ്യത്താണ് ദൂതന്മാരുടെ ലോകം. ദൂതന്മാർക്കല്ല കീഴടക്കിയത്. പിന്നെ ആർക്കാണ്? ഈ ഇപ്പോഴുള്ള ഈ ഭൂമി ആകാശത്തിൽ നിന്ന് ജയം പ്രാപിക്കുന്ന ദൈവപുത്രന്മാർക്കാണ് ആ ഭാവി ലോകം. അപ്പൊ ഈ ലോകം മനുഷ്യപുത്രന്മാർ, ഇപ്പോഴുള്ളത് മനുഷ്യർക്ക്. ഇതിനു മുമ്പുണ്ടായത് ദൈവദൂതന്മാർക്ക്. ഭാവിയിലുള്ളത് ദൈവദൂതന്മാർക്കല്ല, ഇവിടുന്ന് ജയം പ്രാപിക്കുന്ന മനുഷ്യർക്കാണ്. അവരാണ് ദൈവപുത്രന്മാർ. ഇതുകൊണ്ടാണ് ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകനും പറയുന്നില്ലേ, അവർക്കാണ് ഈ ലോകം. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഭാഗം നമ്മൾ തിരിച്ചറിയാം. ഇനി നമുക്ക് ആ ഉപമ ഒന്ന് വായിക്കാം. എന്താണ് ആ ഉപമയിൽ പറയുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ യോഹന്നാന്റെ നീതിമാർഗത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് ഇതാ അവിടെ പറയുന്ന രംഗം, യഹൂദന്മാർ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്ന കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. അതിന് 33 മുതൽ വായിക്കുമ്പോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളം, രണ്ടു കൂട്ടരെ ഒരുമിച്ചാ പറയണേ. പിശാചുക്കളെയും പഴയ കുടിയാനെയും ഇപ്പോൾ അനുസരിക്കാത്ത യഹൂദന്മാരോട് ചേർത്താണ് ഉപമ പറയുന്നത്. വായിച്ചോളൂ. 33. മറ്റൊരു ഉപമ കേൾക്കുവീൻ. ഗൃഹസ്ഥനായൊരു പരദേശത്ത് പോയി.
ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അവന്റെ ദാസന്മാരെ പിടിച്ചു, ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ അല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കുകയും അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ഇരിക്കുന്നു എന്ന് കർത്താവിനാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി മതി മതി. ശ്രദ്ധിച്ചേ, കൺക്ലൂഷൻ കണ്ടോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുക്കും. ഒയ്യോ, അപകടമായി. നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്തിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കും കൊടുക്കും. അപ്പൊ ദൈവരാജ്യം ആർക്കും കിട്ടൂ? കൊടുത്തു കഴിഞ്ഞാലും വാഗ്ദത്തം ചെയ്താലും അവർ കിട്ടണമെന്നില്ല. ഫലം കൊടുക്കുന്നവർക്കേ കിട്ടും. ഹല്ലേലൂയ. ഇത് യഹൂദന്മാരോടാണ് പറയുന്നത്. ദൈവരാജ്യം നിങ്ങൾക്ക് തന്നതാ, പക്ഷെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല. ദൈവരാജ്യം നിങ്ങൾ ഇന്ന് എടുക്കും, എന്നിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കിക്കോളണം, നാം അവസാനം പ്രാപിക്കാൻ പോകുന്നത് ഇന്ന് നാം പ്രസംഗിക്കാത്ത ദൈവരാജ്യമാണ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോ ബുദ്ധിയുള്ളവരായി യേശു പ്രസംഗിച്ചതിലേക്കും സ്നാപയോഹന്നാൻ പ്രസംഗിച്ച നീതി മാർഗത്തിലേക്കൊക്കെ മടങ്ങി വാ. എന്നിട്ട് നമ്മളുടെ സുവിശേഷം അതായിട്ട് സംസാരിക്കുക. അതിലേക്കുള്ള വഴിയായി കർത്താവ് യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവനുള്ള പുതിയ വഴിയെ തുറന്ന് സംസാരിക്കുക. അതിനെ ദൈവരാജ്യ സുവിശേഷത്തെ ഒഴിവാക്കുക. ആ ദൈവരാജ്യമാണ് നമ്മൾ അവകാശമാക്കേണ്ടത്. അത് കിട്ടണമെങ്കിൽ നാം ഫലം കൊടുക്കണം. ഫലം എന്താണ് ഫലം? നിങ്ങൾ ചോദിക്കുക. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരായി വെളിപ്പെടണം. ദൈവത്തിന്റെ പുത്രന്മാരായി വെളിപ്പെടണം. ഇതാണ് ഫലം. മനുഷ്യന്റെ പുത്രന്മാരല്ല, ദൈവത്തിന്റെ പുത്രന്മാർ. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, യേശുവെ നോക്കുക, യേശുവെ അനുഗമിക്കുക. ഇനി ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഇവിടെ ഇതുമായിട്ടുള്ള ബന്ധത്തില് ചില കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ഗൃഹസ്ഥനായ മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടായി. അതിന് വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഇത് യഥാർത്ഥത്തിൽ രണ്ട് ഭാഗമുണ്ട്. ഇതിനൊരു ഫിസിക്കൽ സൈഡും ഉണ്ട്, അപ്പോൾ തന്നെ ഒരു പാസ്റ്റ് സ്പിരിച്വൽ സൈഡും ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമി എന്ന സംഭവം ഉണ്ടല്ലോ, ദൈവം ഇതിന് അടിസ്ഥാനമിട്ടപ്പോ, നിങ്ങൾക്കറിയോ, അന്ന് മനുഷ്യരാരുമില്ല, പക്ഷെ അന്ന് ദൈവപുത്രന്മാരുണ്ട്. ദൂതന്മാരെയാണ് ദൈവപുത്രന്മാരെന്ന് വിളിച്ചത്. അവർക്ക് അന്ന് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അപ്പനൊരു വീട് പണിത് തന്നാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? എടാ മോനെ ചാൾസേ, നീയും സഹോദരന്മാരും അവിടെ താമസിച്ചു. ദൈവം ഇതാ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോ ദൈവപുത്രന്മാരൊക്കെ സന്തോഷിച്ചാർത്തു. അന്ന് ഒരു മനുഷ്യനുമില്ല. അങ്ങനെ ഒരു കൂട്ടം ദൈവപുത്രന്മാരെ ദൈവം ഇവിടെ താമസിപ്പിച്ചു. തുടർന്ന് ഇവർ ദൈവത്തിന് കീഴടങ്ങാൻ തയ്യാറല്ലാതെയായി.
അപ്പോഴാണ് ദൈവം ഇവരെ ശിക്ഷിച്ചത്. അതിന്റെ വചനമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോഴാണ് ദൈവം ഇവരെ ശിക്ഷിച്ചത്. ആ ശിക്ഷിച്ചതിൽ നിന്ന് വെള്ളം കൊണ്ട് ലോക്ക് ചെയ്ത് കളഞ്ഞു. ദൈവത്തിന്റെ മെത്തേഡ് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ, ലോക്ക് ചെയ്ത് കളഞ്ഞു. തുടർന്ന് ആ വെള്ളത്തിൽ നിന്നാണ് ഈ ഭൂമിയെ ഉദ്ധരിച്ചെടുക്കുന്നത്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യവും 1-ാം അധ്യായം 2-ാം വാക്യവും. അവിടെ നിന്ന് 3-ാം വാക്യപ്രകാരം വെള്ളത്തിൽ നിന്നും വെള്ളത്തിലും ഉളവാക്കപ്പെട്ട ഭൂമിയാണിത്. ഇവിടെയാണ് മനുഷ്യരായ നമ്മളെ പുതിയ കുടിയാന്മാരെ വെച്ചേക്കണേ. പുതിയ കുടിയാന്മാർ ആയ നമ്മൾ എന്ത് കൊടുക്കണമെന്ന് അറിയാമോ? ഫലം കൊടുക്കണം. പിതാവ് എന്നാ പറഞ്ഞ താഴെ എഴുതിയിട്ടുണ്ട്. ഈ ആദ്യ കുടിയാന്മാരെ മാറ്റിയിട്ട് ഇവിടെ പുതിയ കുടിയാനുണ്ട്. ഫലം കൊടുക്കുന്ന പുതിയ കുടിയാന്മാരെ തോട്ടം ഏൽപ്പിക്കും. അപ്പൊ തോട്ടം ആരെ ഏൽപ്പിക്കൂ? ഫലം കൊടുക്കുന്ന പുതിയ കുടിയാനെ ഏൽപ്പിക്കുള്ളൂ. എല്ലാ കുടിയാനും ഏൽപ്പിക്കത്തില്ല. ഫലം സൂത്രക്കാർ ഒരെണ്ണത്തിനെ ഏൽപ്പിക്കത്തില്ല. സൂത്രപ്പണിക്കാർ ഒരെണ്ണത്തിനെ ഏൽപ്പിക്കത്തില്ല. ഫലം കൊടുക്കുന്ന പുതിയ കുടിയാനെ ഏൽപ്പിക്കും. മോളെ നീയും ഞാനും ആ പുതിയ കുടിയാൻ. മനുഷ്യരാണ് പുതിയ കുടിയാൻ. മനുഷ്യവർഗം, ദൂതവർഗം അല്ല, മനുഷ്യവർഗമാണ് പുതിയ കുടിയാൻ. ആ ഫലം കൊടുക്കുന്ന പുതിയ കുടിയാനെ പഴയ കുടിയാനെ നീക്കും. അതായത് ആകാശത്തിന്റെ അധികാരിയായ പിശാചിനെ കൂട്ടരെയും തീപ്പേരിക്ക് തള്ളും. ഇവിടെ നിന്ന് പിശാചിനെ ജയിക്കുന്ന പുതിയ കുടിയാൻ, മനുഷ്യരിൽ നിന്ന് ദൈവപുത്രന്മാരായി ജയിക്കുന്നവരെ പുതിയ കുടിയാനെ ഈ തോട്ടം പരമേൽപ്പിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇവിടെ ജയിച്ചില്ലെങ്കിൽ പിന്നെ മക്കളെ എവിടെ ജയിക്കാനാ? ഇവിടെ പിശാചിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ വ്യാജ സുവിശേഷം ഇട്ടിട്ട് നിന്നെ അങ്ങ് പറ്റിക്കുക. സ്തുതിച്ചാൽ മതി, എല്ലാം കിട്ടിക്കോളും. യേശുവിനെ കത്താശരിക്കുക, സ്തുതിക്കുക, പിന്നെ എല്ലാം കിട്ടും. അവസാനം നീ ഇവിടെ ഒടുങ്ങും. അവൻ നിന്നെ ചതിക്കുക. അതായത് നീ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കയറിയപ്പോ ഇതാ ഒരാൾ പ്രിൻസിപ്പളിന്റെ ഉടുപ്പൊക്കെ ഇട്ട് നിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, മക്കളെ യുവജനോത്സവത്തിൽ പങ്കെടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? നന്നായിട്ട് സ്പോർട്സിന്റെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക. പിന്നെ സൗകര്യമുള്ളപ്പോഴൊക്കെ കോളേജിൽ വരിക. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. കോളേജിൽ എപ്പോഴും കാണണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ജയിക്കൂ? ജയിക്കില്ല. നിങ്ങൾ ആ കോളേജിന്റെ ആ 5 വർഷത്തെ സിലബസ് പഠിച്ച് എക്സാം എഴുതിയാലേ നിങ്ങൾ ജയിക്കൂ. യേശുക്രിസ്തു പറയുന്നു, എന്റെ മുഖമേറ്റി എന്നോട് പഠിച്ചാൽ നിന്റെ സോളിന് ആശ്വാസം കിട്ടും. മത്തായി 11:29. ഇത് ആര് ചെയ്യാൻ പോണു അല്ലെ? യേശുവിനെ സ്തുതിക്കാൻ പോണോ? യേശുവിനോട് പഠിക്കാൻ പോണോ? മത്തായി 11:29 വായിച്ച സിസ്റ്ററെ. മത്തായി 11:29 വായിച്ച്. ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്? യേശുവോട് നാം പഠിക്കണം. ദൈവപുത്രനോട് പഠിച്ചാൽ ഞാൻ നിങ്ങളും ദൈവപുത്രന്മാരായി തീരും. 11:29. Lord, I love you. ഇതാ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. ആത്മാക്കൾ എന്നല്ല, ദേഹികൾ എന്നാണ് ട്രാൻസ്ലേഷൻ. തെറ്റാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നെ സ്തുതിപ്പിൻ എന്നല്ല പറഞ്ഞേ, എന്നോട് പഠിപ്പിൻ. നമ്മൾ അത് മാറ്റി സ്തുതിയാക്കി. എന്റെ മക്കളെ ജയിക്കില്ല. യേശുവിനെ സ്തുതിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. യേശു അതിന് യോഗ്യനാണ്. എന്നാൽ ഇവിടെ പറയാണ് എന്നോട് പഠിപ്പേൻ, എന്നാൽ നിങ്ങളുടെ ആ ദേഹികൾക്ക് ആശ്വാസം കിട്ടും. നീ ജയിക്കൂന്ന്, അല്ലെങ്കിൽ ജയിക്കില്ല. അപ്പോ നമ്മൾ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവിടെ അപകടമാണ്. അപ്പോ ഈ ദൂതന്മാർ അനുസരിക്കാൻ തയ്യാറായില്ല. ഇത് അനുസരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇവരുടെ മേൽ ശിക്ഷ വിധിച്ചു. ആ ശിക്ഷയാണ് യെസക്കിയേൽ 28-ാം അധ്യായത്തിലൂടെ നമ്മൾ വായിക്കുമ്പോ കാണാം. അവിടെ ദൈവം പറയാണ്, നീ നിന്റെ നിഗളം കൊണ്ട് ഞാൻ നിന്നെ വെച്ച സ്ഥാനങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. നിന്റെ നടുവിൽ നിന്ന്. ഈ പിശാചിനെയും കൂട്ടരെയും നേരത്തെ നിർത്തിയത് ഏദനിലായിരുന്നു. ഏദൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമുക്കറിയാമോ ഏദൻ? ഏദൻ ആദത്തെ കൊണ്ടാക്കിയ സ്ഥലം. ആദത്തെ അവിടെ ആക്കണതിന് മുമ്പ് നേരത്തെ അവിടെ ആക്കിയത് ഈ പിശാചിനെ ആയിരുന്നു. ഇന്നത്തെ ലൂസിഫറെ ആയിരുന്നു. മനസ്സിലായോ? അവനെ അവിടെ ആക്കിയിട്ട്
അവന്റെ ഹെഡ്, അവന്റെ വാഴ്ചയുടെ സ്ഥലം ജെറുസലേമായിരുന്നു, വിശുദ്ധ ദേവപർവ്വതമായിരുന്നു ജെറുസലേം. അവൻ അവിടെ വെച്ച് അഹങ്കാരിയായി, അനുസരണക്കേടായി, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതോടുകൂടെ ദൈവം അവനെ തന്റെ സ്ഥാനത്തുനിന്ന് മാറ്റി. എന്നിട്ട് അവന്റെ മേലൊരു ശിക്ഷ വിധിച്ചു. ഞാൻ നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെടുവിച്ച് നിന്നെ ഭസ്മമാക്കി കളയും. തുടർന്നാണ് സ്വർഗത്തിലെ ദൈവം ആ ഭൂമിയെ റിക്രിയേറ്റ് ചെയ്തിട്ട് മനുഷ്യനെ ആ ഏദൻ തോട്ടത്തിൽ വെച്ചത്. ഈ മനുഷ്യൻ വേണം പിശാചിന്റെ ശിക്ഷ അവന് നടപ്പിലാക്കാൻ, അവനെ ഭസ്മമാക്കാൻ, അവനെ ഇല്ലാതെയാക്കാൻ. തീപ്പൊയിലേക്ക് തള്ളണം. ഇതുകൊണ്ട് നമ്മളോട് പറയുന്ന ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങൾ. അപ്പൊ ഈ സ്ഥാനം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമുക്ക് ഇതുമായുള്ള ബന്ധത്തില് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകാം. അതിനു മുമ്പ് നമുക്ക് ദൈവം പറഞ്ഞാൽ വേടുണ്ടല്ലോ, ആ വേട് നമുക്കത് വായിക്കാം. ഇതാ 30 ദാസന്മാരെ അയച്ചു. അതിന്റെ 37 മുതലുള്ള വായിക്കാൻ പോവുകയാണ്. മത്തായി 20:37. ദാസന്മാരെയൊക്കെ അയച്ചു, അവരെയൊന്നും അംഗീകരിച്ചില്ല, പലരെയും കൊന്നു പുറത്താക്കി. ഇനി അവസാനം ആരെ അയക്കണേ? അവകാശിയായ പുത്രനെ അയക്കുക. അതിന്റെ 37 മുതൽ 39 വരെ വായിച്ച്. ഒടുവിൽ അവൻ, എന്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. അവിടുത്തെ സംഭാഷണങ്ങളോടെ കേൾക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്ത് ശ്രദ്ധിച്ചേ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒടുവിൽ അവൻ എന്റെ മകനെ അവൻ ശങ്കിക്കും. അതായത് ക്രിസ്തുവിന്റെ കാര്യമാണ് വരാൻ. ക്രിസ്തുവിനെ അവൻ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയന്മാർ, ഇവൻ അവകാശി. ഇത് യഹൂദന്മാർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവർക്കൊന്നും പറഞ്ഞു, ഇത് പിശാചും കൂട്ടരാണ്, യഹൂദന്മാരുടെ പുറകിൽ നിൽക്കുന്ന പിശാചും കൂട്ടരാണ്. പഴയ കുടിയാണ് ഇത് പറയണേ. ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തതയോടെ പറയും. യേശു ക്രിസ്തു അവകാശി. ഇതാ അവന്റെ അവകാശം നാം കൈവശമാക്കാം എന്ന് പറയുക. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നു കളഞ്ഞു. യേശുവിനെ ക്രൂശിച്ച് കൊന്നു കളഞ്ഞു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇനി അടുത്ത ആരാ വരാൻ പോണേ? അപ്പനാ വരാൻ പോണേ. ഓടമസ്ഥന കയറാൻ പോണേ. മനസ്സിലായോ? അവിടെ പറയാണ്, ഓടമസ്ഥൻ അന്യ അടുത്ത് വന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? അപ്പൊ അടുത്തത് ആര് വരും? ഉടമസ്ഥൻ വരും. അവിടെ പറയാണ്, മുന്തിരിത്തോട്ടത്തിന്റെ അവകാശിയാണോ ഇനി വരാൻ പോണേ? ഉടമസ്ഥനാണോ? മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ, സ്വർഗസ്ഥ പിതാവ് വരുമ്പോൾ ഈ കുടിയാന്മാർ, അവർ പിശാചും കൂട്ടരും, അവരെ എന്ത് ചെയ്യും എന്നാണ് പറയാൻ പോണത്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ ശ്രദ്ധിച്ചു കേട്ടോളാം, അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച്, അതാണ് തീപ്പൊയ്ക, തക്ക സമയത്ത്, ഇനി നമുക്കുള്ളതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ, നമുക്കുള്ളതാണ്. തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക്, അതാണ് പുതിയ കുടിയാന്മാർ, ഭൂമിയിലെ പുതിയ ആളുകൾ, മനുഷ്യർ. തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് ക്രിസ്തു അവർ അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർ. അപ്പോ ആർക്കേ പുതിയ തോട്ടം കിട്ടുള്ളൂ? തക്ക സമയത്ത് അനുഭവം കൊടുക്കണം. പുതിയ കുടിയാന് കിട്ടും. പക്ഷെ കുടിയാൻ എന്ത് ചെയ്യണം? കുടിയാന്മാർ അനുഭവം കൊടുത്താലേ കിട്ടൂ. അല്ലെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞ് ക്ലോസ് ആയി, ശിക്ഷയിലേക്ക് പോകും. ഹല്ലേലൂയ. തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന പുതിയ കുടിയാന്മാർക്ക്. അപ്പൊ സ്വർഗസ്ഥ പിതാവ് വരുമ്പോ എന്ത് ചെയ്യും? ഒന്ന്, പഴയ കുടിയാന് ശിക്ഷ. പുതിയ കുടിയാന്മാരിൽ ആരൊക്കെയാണോ തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്നത് അവർക്ക് കൊടുക്കും. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇനി പഴയ കുടിയാന്റെ പേരുള്ള ശിക്ഷ, അതായത് നമ്മൾ ഫലം കൊടുക്കുമ്പോഴാണ് പിശാചിന്റെ ശിക്ഷ നടപ്പിലാകുന്നത്. ഇത്രേ ഉള്ളു കാര്യം. ഹല്ലേലൂയ. നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോഴാണ് പിശാചിന്റെ ശിക്ഷ നടപ്പിലാകുന്നത്. ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എസെക്കിയേൽ 28 കടന്നുപോയി. പിശാചിന്റെ ശിക്ഷയാണല്ലോ നമ്മുടെ സന്ദേശത്തിന്റെ ടൈറ്റില്. ആ ശിക്ഷ ഓൾറെഡി വിധിച്ചു കഴിഞ്ഞു എന്ന് നമ്മള് 1 തിമോത്തി, എസെക്കിയേൽ 28 സിസ്റ്റർ പൊക്കോട്ടോ.
ഞാൻ സമയം കളയാതിരിക്കാൻ ഇതാ 1 തിമോത്തി 3:7 വരുമ്പോ ഈ ദൈവദാസന്മാരെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ 6 വരുമ്പോ അവിടെ പറയാണ്, പെട്ടെന്ന് ദൈവദാസന്മാരായിട്ട് പുതിയ ആളുകളൊന്നും എടുക്കരുത്. കാരണം അവര് ശിക്ഷാവിധിയിൽ വീഴും. അവിടെ എഴുതിയിരിക്കുകയാണ്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. സിസ്റ്റർ നേരെ എസെക്കിയേൽ 28 പോക്കോ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ശ്രദ്ധിച്ചേ, സമയം കളഞ്ഞിരിക്കുകയാണ്. നിഗളിച്ചിട്ട് പിശാചിന് വരാൻ പോണ ശിക്ഷാവിധിയല്ല, ശ്രദ്ധിക്കണം, വന്ന ശിക്ഷാവിധി കഴിഞ്ഞു. ഇനി ആ വിധി നടപ്പിലാക്കിയാൽ മതി. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യന് വരുന്നത്. അപ്പൊ ആ ശിക്ഷാവിധിയിൽ നമ്മളും കയറിപ്പെടാം. മനസ്സിലായോ? നമ്മളെ എത്തിച്ചേരാം. അതുകൊണ്ട് പുതിയ ശിഷ്യന് വരുന്നത്. അപ്പൊ എന്താണ് പിശാചിന് വന്ന ശിക്ഷാവിധി? നിഗളിച്ചിട്ട് വന്ന ശിക്ഷാവിധി എന്നാണ് നാം എസെക്കിയേൽ 28 വായിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോ അതിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാ ഉത്തരം പറയാനുള്ള ഒരു സമയമൊന്നും നമുക്കിപ്പോ ഇവിടെ ഇല്ല. പിന്നെ എല്ലാം എനിക്ക് അറിയാനും പാടില്ല. എന്നെ ദൈവം എന്തൊക്കെയാണ് വെളിപ്പെടുത്തുന്നത് അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിന്റെ 12-ാം വാക്യം മുതൽ 28-ന്റെ 12-ാം വാക്യം മുതൽ പറയുന്ന ഒരു കെരൂബിനെ കുറിച്ചാണ് പറയുന്നത്. 1-ാം വാക്യത്തെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആ മനുഷ്യൻ അവിടെ ഒരു പ്രഭുവാണ്. എന്നാൽ 12-ാം വാക്യത്തിൽ കുറിച്ച് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവ് ഒരു കെരൂബാണ്. അപ്പൊ കെരൂബുകൾക്ക് കെരൂബുകൾ വർഗത്തിലൊക്കെ ഭരണാധികാരികളുണ്ട്. നമുക്ക് അറിയാൻ പാടില്ലെന്നേ ഉള്ളൂ. നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ ആത്മരൂപികളായ ദൂതന്മാരാണ്. ഹല്ലേലൂയ. അപ്പോ 12 മുതൽ വായിച്ചേ. അവിടെ നമുക്ക് കാണാം പിശാചിന് വന്ന ശിക്ഷാവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. 12 മുതൽ അതിന്റെ 14 വരെ വായിച്ചോളൂ. 12 മുതൽ 14 വരെ. മനുഷ്യബുദ്ധി തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അപ്പൊ ഇത് ആരാന്ന് മനസ്സിലായല്ലോ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇത് മനുഷ്യനോടല്ല പറയുന്നത്, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ആരാന്ന് മനസ്സിലായോ? ദൂതനാണ്. ദൂതൻ, ഏഞ്ചലാണ്. ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാണ്. പിന്നെ ഇവനെ എവിടെയാണ് ദൈവം വെച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, മനസ്സിലാക്കോട്ടോ. ഇവനെ എവിടെ ദൈവം വെച്ചെന്നറിയാം. അദ്ദേഹത്തിന്റെ വചനം പറയാണ്, നീ ദൈവത്തിന്റെ തോട്ടമായി, 13-ാം വാക്യത്തിൽ പറയാണ്, നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെക്കുന്നതിന് മുമ്പ് ആരായിരുന്നു ഇവിടെ ആയിരുന്നേ? ഈ കെരൂബായിരുന്നു ഇവിടെ ആയിരുന്നേ. നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം ഏദൻ തോട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പുതിയതായിട്ട് ഏദൻ ഉണ്ടാക്കി എന്നല്ല പറയണേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയാണ്, ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. ഏദൻ ഉണ്ടാക്കി എന്നല്ല പറഞ്ഞ, ഏദൻ എന്ന സ്ഥലം ഓൾറെഡി ഉണ്ട്. ആ ഏദനിൽ ദൈവം ഉണ്ടാക്കിയൊരു തോട്ടമാണ്. പിടുത്തം കിട്ടിയോ? കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. അല്ലെങ്കിൽ ഏദൻ ഓൾറെഡി ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ആര്? ഈ ദൂതൻ കെരൂബ്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അന്ന് അവർക്ക് ഭൗതിക തലത്തിലും നിൽക്കാം, ആത്മതലത്തിലും നിൽക്കാം. ഇന്ന് അവർക്ക് ഭൗതിക തലത്തിൽ വരാൻ പറ്റില്ല. ലോക്കിയത് ദൈവം. നമ്മളെ ഭൗതിക തലത്തിൽ വെച്ചു, അവരെ ആത്മതലത്തിൽ വെച്ചു. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇവരുണ്ട്. ഇതുകൊണ്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത് ആകാശത്തിന്റെ അധികാരി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോ
എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ സിസ്റ്റർ ഒന്ന് എടുത്തോളൂ കേട്ടോ. അത് വായിക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരോട് പറയാം, നിങ്ങൾ നേരത്തെ എവിടെ ആയിരുന്നു അറിയാമോ? ആകാശത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടവനായിരുന്നു, ആ ദൂതനെ അടിമയായിരുന്നു. അവരെയാണ് യേശു കർത്താവിന്റെ പ്രവൃത്തിയോടെ രക്ഷിച്ചെടുത്തത്. വായിച്ച് എഫേസ്യ ലേഖനം 2-1-2. അതിക്രമങ്ങളാലും പാപങ്ങളാലും മനസ്സിലായോ? ഹല്ലേലൂയ. ആകാശത്തിന്റെ അധികാരത്തിന് പിശാചിനി കെരൂബിന് അവന്റെ കീഴിലുള്ള ആത്മാക്കളെ നിങ്ങൾ അനുസരിച്ച് നടക്കണം. പിശാചിനെ അനുസരിച്ച് നടക്കാണ്. ഹല്ലേലൂയ. ആകാശത്തിലെ അധികാരി എന്നാണ് അവന്റെ പേര്. നേരത്തെ നമ്മൾ കേട്ടു, ദൈവം ഒരു വിധാനം ഉണ്ടാക്കിയിട്ട് ആ വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. ഈ വെള്ളത്തിന്റെ അടിയിൽ ലോക്ക് ചെയ്ത് അവനെ കൊണ്ടുപോയി അവിടെ സെറ്റ് ചെയ്തു. അവിടെ ആകാശം സെറ്റ് ചെയ്തു. നമ്മളെ ഭൂമിയിൽ സെറ്റ് ചെയ്തു. പഴയ കുടിയാൻ ആകാശത്തിലും പുതിയ കുടിയാൻ ഭൂമിയിലും. എന്നിട്ട് ഈ പഴയ പുതിയ കുടിയാനായ മനുഷ്യർക്ക് ഒരു സന്ദേശം ദൈവം തന്റെ ദൂതൻ മുഖാന്തരം ഭൂമിയിലേക്ക് കൊടുക്കുമ്പോ ഈ ആകാശത്തിന്റെ അധികാരികൾ അതിന് ബ്ലോക്ക് ചെയ്യാണ്. ഇതാണ് ദാനിയേലിന്റെ പുസ്തകം കാണാൻ കഴിയുന്നത്. ഗബ്രിയേൽ വന്നിട്ട് പറയാണ്, ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, എന്നെ അയച്ചതാണ്. പക്ഷേ പാർസി രാജ്യത്തിന്റെ പ്രഭു, കാരണം നീ ഇപ്പൊ പാർസി രാജ്യത്തിന്റെ അടിമയാണ്. പാർസി രാജ്യത്തിന് പിശാചിനുള്ള ഒരു ഭരണാധികാരിയുണ്ട്, ആത്മീയ ഭരണാധികാരി. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നോട് 21 ദിവസം എതിർത്ത് നിന്നു. പ്രധാന മൈക്കിൾ വന്നെന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇറങ്ങി നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ആകാശത്തിന്റെ അധികാരം ബോക്കിയാണ്. മക്കളെ തിരിച്ചറിയ. ഇതുകൊണ്ട് എഫേസ്യ ലേഖനം 6:12 പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോട് മാത്രമേ. മനസ്സിലാക്കാൻ നിന്റെ തലയുടെ മോളിൽ നിന്റെ ശത്രുവുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ച, പിതാവേ, ദുഷ്ടന്റെ കയ്യിൽ, പിശാചിന്റെ കയ്യിൽ ഇവർ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ, അങ്ങയുടെ രാജ്യത്വം വരണമേ, അങ്ങയുടെ തിരുനാമം സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിലും നിറവേറണമേ, ഞങ്ങൾക്ക് അന്നു വേണ്ട ആഹാരം തരണമേ എന്ന് പറഞ്ഞ യേശു പറയാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചോളാം. ദുഷ്ടന്റെ കൈകളിൽ, പിശാചിന്റെ കൈകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകാതിരിപ്പാൻ, പ്രലോഭനത്തിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കണ്ടോ? അപ്പൊ യേശു എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ തലയ്ക്ക് മുകളിൽ സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരവിഴുങ്ങണമെന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിന്റെ കാരണം വ്യാജ സുവിശേഷം ചുറ്റും കിടക്കുക. അവർ ഇതിനെ കുറിച്ചൊന്നും ഒന്നും മിണ്ടത്തില്ല. ദൈവം പറഞ്ഞത് പ്രസംഗിക്കാൻ അവർ അനുവദിക്കത്തില്ല. ജയം വേണമെന്ന് അവർ മിണ്ടത്തില്ല. അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിക്കണമെന്ന് പറയത്തില്ല. ക്രൂശ് എടുക്കണമെന്ന് അവർ പറയത്തില്ല. യേശു അനുഗമിക്കണമെന്ന് അവർ പറയത്തില്ല. അവർ പറയുന്ന ഒരേ ഒരു കാര്യം, ആരാധന. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആരാധന കൊണ്ടൊന്നും ആരും സ്വർഗ്ഗരാജ്യം കേരളത്തിൽ ആരാധിക്കണം. സൃഷ്ടാവിനെ ആരാധിക്കണം നല്ലതാ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയാട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പിശാചിന്റെ പേരുള്ള ശിക്ഷാവിധി ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ദൈവം ഒന്ന് സഹായിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ പിശാച് നിങ്ങളുടെ തലയെ അങ്ങ് മരവിപ്പിക്കും. ഇത് നിങ്ങൾ അറിയരുത്. കാരണം നിങ്ങൾ അവനെ ജയിക്കരുത്. ഇത് നിങ്ങൾ അറിയരുത് എന്നാണ് അവന്റെ ആഗ്രഹം. എസെക്കിയേൽ 28 മടങ്ങി വരുമ്പോ നാം ഈ കേട്ട ആ ഭാഗം ഉണ്ടല്ലോ, എസെക്കിയേൽ 28 മടങ്ങി വരുമ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ആ കേട്ട ഭാഗം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കുക. 28:12 മുതൽ നമ്മൾ വായിച്ചത് 13-ാം അധ്യായത്തിൽ നാം കണ്ടു. 13-ാം വാക്യത്തിൽ കണ്ടു, ഇവൻ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അല്ലെ? ഈ ഏദനിലാണ് ദൈവം നമ്മളെ, മനുഷ്യനെ സൃഷ്ടിച്ചതാക്കി വെച്ചത്. ഉൽപ്പത്തി 2:8 വരുമ്പോ ഈ ഏദനെ കാണും. ഉൽപ്പത്തി 2:8 വരുമ്പോ നമുക്ക് ഏദനെ കാണാം. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അതിന്റെ 7-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം എന്താ ചെയ്യുന്നറിയാമോ? ഈ കെരൂബായ പിശാചിനെ ആക്കിയ അതേ ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി ദൈവം ഈ മനുഷ്യനെ അവിടെ കൊണ്ടുചെന്നാക്കി. വായിച്ചേ, ഉൽപ്പത്തി 2:8.
മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം എന്താ ചെയ്തത്? 7 മനുഷ്യനെ ഉണ്ടാക്കിയത്. 8 എന്ത് ചെയ്തു? ഞാൻ വായിക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. ഏദൻ ഉണ്ടാക്കിയെന്നല്ല, ശ്രദ്ധിക്കുക, ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. അപ്പൊ ഏദൻ എപ്പോഴേ ഉണ്ട്? ഏദൻ നേരത്തെ ഉണ്ട്. മനസ്സിലായോ? ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അപ്പൊ ഈ ഏദനിൽ നേരത്തെ ആക്കിയിരുന്ന ആരെയായിരുന്നു? ഏദനിൽ നേരത്തെ ആക്കിയിരുന്ന ആളാണ് ഈ കെരൂബ്, ലൂസിഫർ എന്ന് പറയുന്ന, പ്രകാശധാരി എന്ന് പറയുന്ന, അരുണോദയ പുത്രൻ എന്ന് പറയപ്പെടുന്ന, അതായത് ദൈവത്തിന്റെ പുത്രൻ എന്ന് തന്നെ പറയപ്പെടുന്ന അരുണോദയം, പ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ പുത്രനായ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശധാരി എന്നാണ്. ആ തേജസ്സുള്ളവനായിരുന്നു അവൻ. ഇവരെല്ലാം ദൈവപുത്രന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ്, ആ ഏദനിൽ ഇവനെ കൊണ്ട് എന്ന് ആക്കി. ഈ ഇന്ന് മനുഷ്യരായ നമ്മളെ ആദ്യ ആദത്തിന്റെ ഉള്ളിൽ നമ്മളും ഉണ്ടായിരുന്നു. ഏദനിൽ നമ്മളും ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുചെന്ന് ആക്കി. ഇനി നാം മനസ്സിലാക്കേണ്ട കാര്യം, എസെക്കിയേൽ 28 നമുക്ക് മടങ്ങി വരാം. അവിടെ നമ്മൾ 13 വാക്യത്തിലായിരുന്നു നമ്മൾ വായിച്ചത്, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. അവനെ ഉണ്ടാക്കിയത് നമ്മളെ ഉണ്ടാക്കിയതുപോലെ പൊടി കൊണ്ടൊന്നുമല്ല, രത്നം കൊണ്ട് സ്വർണം കൊണ്ടുമാണ്. അതിൻ്റെ വർണ്ണനയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി നീ ആരാണ്? അതിന്റെ 14 വാക്യം പറയുന്നു, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാണ്. ഇനി നിന്റെ സ്ഥാനം എന്താണ്? നീ ഭരണാധികാരിയാണ്. ഭരണം നടക്കുന്നത് യെരുസലേമിൽ നിന്നാണ്. യെരുസലേമിന്റെ മറ്റൊരു പേരാണ് വിശുദ്ധ ദേവപർവ്വതം. ഇനി അതിന്റെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ, അതിന്റെ ഒഫീഷ്യൽ സ്ഥലമാണ്, വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അപ്പൊ ദൈവം കൊടുത്ത സ്ഥാനമാണ് വിശുദ്ധ ദേവപർവ്വതം എന്ന് വെച്ചാൽ ജെറുസലേം, ഭരണം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യം സഞ്ചരിച്ചു പോകുന്നു. ഹൈ ലെവൽ എസ്കോർട്ടാണ് ഈ വ്യക്തിക്ക്. അഗ്നിമയ രഥങ്ങൾ. ഹല്ലേലൂയ. അഗ്നിമയ രഥങ്ങൾ. ഇത് ആത്മലോകത്തിലെ ഒരു പ്രത്യേക എസ്കോർട്ട് ഒരു വിഭാഗമാണ് ഈ സംഭവം. ഇനി താഴേക്ക് ഇവനെ ശിക്ഷ വിധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മള് 1 തിമോത്തി 3:6 വായിച്ചില്ലേ? നിഗളിച്ചിട്ട് ശിക്ഷ മതിയെന്ന് വായിച്ചില്ലേ? ഇനി ഇവൻ നിഗളം കൊണ്ട് നിറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതാണ് അതിന്റെ 16 മുതൽ അതിന്റെ 18 വരെ വായിച്ചാണ്. 16 മുതൽ 18 വരെ. യഹോവയായ ദൈവം മനുഷ്യന് 28 എസെക്കിയേൽ 28 പെരുപ്പം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. ശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ഇതാണ് പിശാചിന്റെ മേലുള്ള ശിക്ഷാവിധി. നമ്മുടെ ടൈറ്റിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. പിശാചിന്റെ മേലുള്ള ശിക്ഷാവിധി. നിന്നെ ഞാൻ ഭസ്മമാക്കി കളയും. ഇതാണ് 1 തിമോത്തി 3:6 പറയുന്ന, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. ശിക്ഷാവിധി കഴിഞ്ഞു. ഇത് അവരെ തോപ്പിച്ച് നടപ്പിലാക്കണം. ആണ് ശിക്ഷാവിധി. ഞാൻ യഹോവയായ ഞാൻ നിന്റെ നടുവിൽ നിന്ന് തീ പുറപ്പെടുവിക്കും. അതായത് നിന്നെ ഞാൻ എവിടെ ആക്കിയോ അതേ ഏതെന്ന് തന്നെ അടുത്ത തീ വരും. നിന്നെ ശിക്ഷിക്കാനുള്ള തീ അവിടെ നിന്ന്. ആ ശിക്ഷാക്കാനുള്ള തീയാണ് മനുഷ്യൻ. ഞാനും നിങ്ങളും. പിശാചിന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഏദനിൽ നിന്ന് ഇതാ നിന്നെ ശിക്ഷിക്കാനുള്ള ശിക്ഷ
വിധി അവിടെ നിന്ന് പോകും. ആ വിധി നിന്നെ ഇല്ലാതാക്കി കളയും, ഭസ്മമാക്കി കളയും, ഭസ്മമാക്കി കളയും. കാരണം നീ നിഗളിച്ചു. നിന്നെ ഞാൻ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തി. ഇനി യേശുക്രിസ്തു എവിടെയെന്ന് വാഴാൻ പോണെന്ന് അറിയാമോ? 1000 വർഷം ഈ വിശുദ്ധ പർവ്വതത്തിൽ യെരൂശലേമിലേക്ക് കയറാൻ പോണെ. അല്ലെങ്കിൽ ഇവൻ ഇരുന്ന സ്ഥലത്ത് യേശു കയറാൻ പോവുക. ഇനി യേശുവിനോട് കയറാൻ നമ്മൾ കയറാൻ പോവുക. ഹല്ലേലൂയ. ഈ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ ഒന്നും നമ്മൾ അറിയില്ല. കാരണം വ്യാജ സുവിശേഷം നമുക്ക് വ്യാജന ഇട്ടു തന്നിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത്, കിങ്ഡം നിങ്ങൾക്ക് തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ മിണ്ടാൻ ആളില്ല ഇന്ന്. ഹല്ലേലൂയ. ആരാണ് ചോദിച്ചത്? കിട്ടും, ഇപ്പൊ കിട്ടും സിസ്റ്ററെ, ഇപ്പൊ ലണ്ടനിൽ പോകും, ഇപ്പൊ അമേരിക്കക്ക് പോകും സിസ്റ്ററെ, ഇപ്പൊ നിന്റെ പ്രശ്നം മാറും, നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മ കണ്ട നീ. നമുക്ക് ഇതൊക്കെ മതി അല്ലെ? കർത്താവ് എന്റെ മക്കളെ എന്ത് കുടിക്കും, ഇതല്ല നിങ്ങൾ അന്വേഷിക്കട്ടെ. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ. വ്യാജ സുവിശേഷത്തിൽ പിശാചി നമ്മളെ കുടുക്കി. മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം. ഇത് തിരിച്ചറിയണം. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുകയാണ്. അതിന്റെ 15 മുതൽ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പ് നിഷ്കളങ്കനായിരുന്നു. അപ്പൊ ആദ്യം പുള്ളി എങ്ങനെയായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. നീതികേട് കണ്ടതുവരെ ഇത് എഴുതിയിരിക്കുകയാണ്. എന്താണ് നീതികേട്? നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗ സ്വാഗസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. ഹല്ലേലൂയ. ഇതൊക്കെ നടക്കണ എവിടെയാന്ന് അറിയാമോ മക്കളെ? ഈ ഭൂമി കണ്ടോ? ഈ ഭൂമിയിലെ കാര്യം പറഞ്ഞു. ഒന്നാമത്തെ ഭൂമിയിലെ കാര്യം പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഇവിടെ നിന്റെ അന്തർഭാഗ സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, അപ്പൊ മനസ്സിലായല്ലോ ദൂതനാണെന്ന്. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യത്തിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ ഭ്രമ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം അവരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യവാഹുല്യം കൊണ്ട്, നിന്റെ വ്യാപാരത്തിന് നീതികേട് കൊണ്ട് നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ കണ്ടോ, ഇതാണ് പിശാചിന്റെ തെറ്റ്, പാപം. ദൈവത്തെ ധിക്കരിച്ചു പോയി പുള്ളി. സ്വന്തം ലോകത്തിലേക്ക് വന്നു. ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ അത്യുന്നതന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എന്റെ സിംഹാസനം വെക്കും. പുള്ളി പുതിയൊരു രൂപത്തിലേക്ക് മാറി. ഹല്ലേലൂയ. ഇതാ ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ പരിപാടികളൊക്കെ ഇതേപോലെ തന്നെയാണ്. പിശാചിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് മുഴുവൻ. തലയെ വെട്ടിച്ച് ഞാൻ വേറൊരു തലയാകും എന്ന് മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക, ഞാൻ നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെടുവിക്കും. നിന്നെ നിർത്തിയത് എവിടെയാണ്? ഏദനിലാണ്. നിന്റെ ഒഫീഷ്യൽ സ്ഥലം എവിടെയാണ്? ജെറുസലേമാണ്, വിശുദ്ധ പർവ്വതമാണ്. നിന്റെ നടുവിൽ തീ പുറപ്പെടുവിക്കും. ആ തീയാണ് മനുഷ്യ നീയെ, ഞാനും നിങ്ങളും ആ തീയെ. തുടർന്നാണ് ദൈവം ഈ ഭൂമിയെ പണിഷ് ചെയ്ത, ആ ലോക്ക് ചെയ്ത, വെള്ളം കൊണ്ട് ലോക്ക് ചെയ്ത ഈ ഭൂമിയെ വെള്ളം മുകളിലേക്കും താഴേക്കും മാറ്റിയിട്ട് ആ ഭൂമിയെ ഉദ്ധരിച്ചെടുത്തിട്ട് എന്നെയും നിങ്ങളെയും ഏദനിലാക്കുന്നത്. ഞാൻ നിന്റെ നാടുകളിൽ നിന്നൊരു തീ പുറപ്പെടുവിക്കും. ആ തീ എന്ത് ചെയ്യുന്നറിയാമോ? അതും നിന്നെ ദഹിപ്പിച്ചു കളയും, ഭസ്മാക്കുന്നു. ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ ഏദനിൽ നിന്ന് പിശാചിനെ ന്യായം വിധിക്കാൻ, പിശാചിന്റെ വിധി നടപ്പിലാക്കാൻ ദൈവം പുറപ്പെടുവിച്ച തീയാണ് ഞാനും നിങ്ങൾ. തിരിച്ചറിയാമോ? ഇതറിയണം. നമ്മൾ വേണം ശിക്ഷാവിധി നടപ്പിലാക്കാം. അത് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. ഓക്കെ, ഈ ശിക്ഷാവിധി നടപ്പിലാക്കേണ്ട ആളുകളാണ് ഞാനും നിങ്ങളും. പക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് ABCD അറിയാതെ പിശാച് എന്തെന്നറിയാമോ? നിന്നെ എന്നെ ഈ ഭൂമിയിലുള്ള കാര്യം മാത്രം ചിന്തിപ്പിക്കും, വേറെ ഒന്നും ചിന്തിപ്പിക്കത്തില്ല. ഇതുകൊണ്ടാണ് പറയുന്നത്, അവർ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ആർക്ക്? ദേവദാസന്മാർക്ക്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പൊ ഭൂമിയിലുള്ളത് ചിന്തിക്കണ്ടേ? അതേ നീ ചിന്തിച്ചോണ്ടിരുന്നോ? ഇപ്പൊ തീരും. ഇവിടെ ഈ ശ്വാസം ഇപ്പൊ തീരും. നീ ഭൂമിയിലുള്ള ചിന്തിക്കുന്ന വയറുണ്ടല്ലോ, ഇപ്പൊ തീരും. അത് ഇപ്പൊ തീരും. അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു. അവരുടെ ദൈവം വയറ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം പറഞ്ഞേട്ടോ, അവരുടെ ദൈവം വയറ്. അപ്പോ ഇതിൽ നമ്മൾ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചതിക്കപ്പെടരുത്. പിശാച് എന്താ ചെയ്യണേ? സുവിശേഷം കൊണ്ടുവന്നിട്ട് നമ്മളെ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിപ്പിക്കും. അതാണ് വ്യാജ സുവിശേഷം. മനസ്സിലായോ? സുവിശേഷം നമ്മളെ
ഭാവി ലോകത്തിലേക്കാണ് ചിന്തിപ്പിക്കുന്നത് ഒറിജിനൽ സുവിശേഷം. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കേട്ടത്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൈവം ഈ പഴയ മണ്ഡലത്തിലുണ്ടായ ഈ ദൂതന്മാർക്കല്ലല്ലോ കീഴടക്കി കൊടുത്തത്, നമുക്കല്ലേ, പുതിയ കുടിയാനല്ലേ, പുതിയ കുടിയാൻ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതാ പുതിയ കുടിയാനാണ് ഇത് ദൈവം ഏൽപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കുക. ഞാനും നിങ്ങളും വേണം. ഇതാ ഏതിനും എന്നെയും നിങ്ങളെ വെച്ചു നമ്മൾ വേണം ഈ പിശാചിനെ ഇല്ലാതെയാക്കാൻ. അവന്റെ തീപ്പൊയ്യയിലേക്കുള്ള ആ ശിക്ഷ നടപ്പിലാക്കാൻ, അവനെ ഭസ്മമാക്കാൻ പോവുക, അവനെ ഇല്ലാതെയാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനം പറയാണ് അതിന്റെ 19-ാം വാക്യത്തിൽ, ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാം നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും, നിനക്ക് ശീഘ്രനാശം സംഭവിച്ചിട്ട്. പിശാചിന് ശീഘ്രനാശം ഭവിക്കും, നീ സദാകാലത്തേക്കും ഇല്ലാതെയാവും. എന്റെ ഓനെ മോളെ കേട്ടോ, പിശാച് സദാകാലത്തേക്ക് ഇല്ലാതെയാകാൻ പോവാന്ന്. ആര്? ഞാനും നിങ്ങളും അത് ചെയ്യാനാണ് ദൈവത്തിന്റെ നിയമനം. ജീവിതത്തിൽ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ കൂട്ടായത്? ജീവിതത്തിൽ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ കുഞ്ഞിത്? ദൈവം നിന്നെ കേൾപ്പിച്ചു, ഇനി അതിനുവേണ്ടി നിലകൊള്ള. ഇനിയും ഭൂമിയിലുള്ളതല്ല. ദൈവത്തിന്റെ വചനം കൊളോസ്യ ലേഖനം 3:1-2 വാക്യങ്ങൾ പറയുന്നു. അത് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൊളോസ്യ ലേഖനം 3:1-2. നീ ആ വർഗത്തിൽ പെട്ടതാണെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല ചിന്തിക്കണം. ഭൂമിയിലുള്ളത് ഇവിടെ കൊണ്ട് ഉപയോഗം കൊണ്ട് തീരും. വരാനുള്ളത് ചിന്തിച്ചോ, അതിനുവേണ്ടി പ്രവർത്തിച്ചോ. ഹല്ലേലൂയ. ഈ ഭൂമിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എടുത്ത് ദൈവം കളയും. കാണുന്നതൊക്കെ താൽക്കാലിക. 3:1-2 വായിച്ചു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ മനസ്സിലായോ? ഇനി ഉയരത്തിലുള്ള അന്വേഷിക്കാൻ. ഉയരത്തിൽ എന്നാ പറയണേ? പിശാചിനെ ഇല്ലാതെയാക്കണം, അവനെ തോപ്പിക്കണം. പിതാവ് പുത്രനോട് പറയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരാം. പിശാചിന് പാദപീഠമായിട്ടില്ല, കാരണം അവൻ നമ്മളെ തന്ത്രത്തിലൂടെ കൊണ്ടുപോവുകയാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങളെ അറിയാത്തവരല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നേ. തന്ത്രത്തിലൂടെ കൊണ്ടുപോവുക, എല്ലാത്തിനെയും ഭൂമിയിലുള്ളത് ചിന്തിപ്പിച്ച് ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എല്ലാവിധ തിന്മകളും കാണിച്ച് ഭക്തിയുടെ ബാഹ്യരൂപം കൊണ്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന തലത്തിൽ എല്ലാ പരിപാടിയും ഒപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അവന്റെ ദാസന്മാർ സഭകൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. അവർക്ക് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഷാജി ജോസഫ് കേട്ടാൽ അവർക്ക് അയ്യോ കാര്യങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ നേതാവിനെ തോന്നുന്നവരാണ് ഷാജി ജോസഫ്. നേതാവിന്റെ തന്ത്രങ്ങളെ വിളിച്ച് പച്ചയായി പറയുന്നവരാണ് ഷാജി ജോസഫ്. ബാക്കി എല്ലാവരും അന്നവസ്ത്രാലും സർവ്വ നന്മകളിലും ദാവീദും ഗോലിയാത്തിലും ഒതുങ്ങുമ്പോ ഇവൻ അതിൽ ഒതുങ്ങുന്നില്ല. ഇവൻ പച്ചയായി ഞങ്ങളുടെ തലയായ പിശാചിനെ കുറിച്ചോ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ചും വിളിച്ചറിയിക്കുകയാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, ആ പിശാചിനെ കാൽ കീഴിലാക്കാനാണ് പിതാവ് പുത്രനോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്റെ വലതുഭാഗത്തിരിക്കാൻ ഞാൻ അവനെ കീഴടക്കി തരാം. അവൻ തന്ത്രത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഒറിജിനൽ സുവിശേഷത്തിൽ ഈ ഭൂമിയെ കുറിച്ചല്ല പറയണേ, ദൈവരാജ്യത്തെ കുറിച്ച്, ഭാവി ലോകത്തെ കുറിച്ചാ പറയണേ. ഒറിജിനൽ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും. അല്ലാണ്ട് സ്തുതി കൊണ്ട് ഒതുങ്ങുന്നതല്ല. ഒറിജിനൽ സുവിശേഷത്തിൽ വ്യക്തതയോടെ പറഞ്ഞിരിക്കും, നിങ്ങൾ ദൈവപുത്രന്മാരായി മാറണം, നിങ്ങൾ അതിനുവേണ്ടി ജയം പ്രാപിക്കണം, യേശുവിനോട് പഠിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും. ഇത് നിങ്ങൾ കേൾക്കുന്ന സുവിശേഷത്തിൽ ഉണ്ടെങ്കിൽ ആ പാസ്റ്ററുടെ അച്ഛന്റെ പേര് എന്നോടും പറ, എനിക്ക് സലാം കൊടുക്കാനാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. പകരം ഈ ജനം വ്യക്തിത്വത്തിലെത്തട്ടെ, ഈ ജനം ജയം പ്രാപിക്കട്ടെ. ഇതാണ് ഓരോ ദേവദാസനും പ്രതിഫലമായി വരുന്നത്. ഈ വക്രതയും കോട്ടവും ഉള്ള ഈ തലമുറയുടെ നടുവേ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. തിന്മ പറയുന്നവൻ ഇനിയും തിന്മ പറയട്ടെ, ക്രിട്ടിസൈസ് ചെയ്യുന്നവൻ ഇനിയും ക്രിട്ടിസൈസ് ചെയ്യട്ടെ, നീതി ചെയ്യുന്നവൻ ഇനിയും നീതി ചെയ്യട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഇനിയും ഭൂമിയിലുള്ളതല്ല. യേശുവിനോടുകൂടെ നിങ്ങൾ മരിച്ചുയർത്തെഴുന്നേറ്റോ, ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. സ്വർഗീയ പിതാവിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ശത്രു പാദപീഠം കാത്തിരിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രവർത്തിക്കുക. എങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അല്ലെ? നിങ്ങൾ ഇതാ യൂട്യൂബിൽ SVJ മെസ്സേജസ് എടുത്തിട്ട് അതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അനേക സന്ദേശങ്ങളുണ്ട്, അതിലൂടെ മനസ്സിലാകാം. റിട്രീറ്റിന്, എറണാകുളം പ്രാർത്ഥന നടക്കുന്ന റിട്രീറ്റിന് കടന്നു പോവാ. നിങ്ങൾ ബൈബിൾ കോളേജിൽ BTH-ഉം MTH-ഉം ഇത് മറ്റു പല ഡിഗ്രികളും ഒക്കെ എടുത്തതിന് ശ്രേഷ്ഠമാ. ഒരാഴ്ച നിങ്ങളുടെ ഒന്നിരുന്ന് കേൾക്കുക, ഒരാഴ്ച. ഹല്ലേലൂയ. ദൈവ ശ്രേഷ്ഠകരമായ ദൈവരായത്തിന്റെ ചിന്തകൾ നിങ്ങൾക്ക് തരുവാനാണ്. നല്ലൊരു അടിസ്ഥാനം ഇടും. ബാക്കി ദൈവത്തിന്റെ ആത്മങ്ങളെ പഠിപ്പിച്ചോളൂ.
അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദേവദാസന്മാരെ, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. ഇതെല്ലാം പിശാചിന്റെ തട്ടിപ്പുകളാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പ്ലാനാണ് ദൈവരാജ്യം. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഒരു ഐഡിയയാണ് മതങ്ങൾ. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയായ ദൈവത്തോട് കൂടെയുള്ള വാസം, ഇതാ ദൈവം ഉടമസ്ഥർ വരുന്നുവെന്നാണ് നമ്മൾ കേട്ടത്, അല്ലെ? ദൈവത്തിന്റെ വചനം പറയുന്നു, അതാണ് സുവിശേഷം. ഉടമസ്ഥനോട് കൂടിയുള്ള ജീവിതമാണ് സുവിശേഷം. ഇതാണ് യോഹന്നാൻ പറഞ്ഞ നീതിമാർഗം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ നീതിമാർഗം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ബൈബിൾ അവസാനിക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോട് കൂടെ പാർക്കും. ഇങ്ങനെയാണ് ധൂർത്തവത്തിന്റെ കഥയില് ആ മകൻ അവസാനിക്കുന്നത്. ആ മകൻ അപ്പനോട് കൂടെ ജീവിക്കുന്നു. അപ്പം പറയുന്നു, ഇതാ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് സദ്യ ഒരുക്കുവേ. എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിക്കുന്നു. എന്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു, ഇതാ ഇപ്പൊ കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെ അവർ സന്തോഷിച്ചു തുടങ്ങി. ഇതാണ് സുവിശേഷം. അപ്പനോട് കൂടെയുള്ള സന്തോഷമാണ്. ഇത് നമുക്ക് നടപ്പിലാക്കി തരുന്നത് ദൈവപുത്രനായ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് നമുക്ക് ആ ക്രിസ്തുവെ അനുഗമിച്ച് അപ്പന്റെ വീട്ടിലേക്ക് യാത്രയാകാം. പ്രാർത്ഥിക്കുക, കണ്ണുകളടയ്ക്കുക. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എന്നപ്പന്റെ അടുക്കലെ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്, പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണി, ലോകം വെറുത്തു ഞാൻ യാത്രയാണി. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, പിശാചിന്റെ ശിക്ഷാവിധിയെ കുറിച്ച് ഇന്ന് മനുഷ്യ മക്കൾക്ക് മറഞ്ഞു കിടക്കുമ്പോൾ, പിശാചി കാലം അത്രയും മനുഷ്യ മക്കൾക്ക് മറച്ചിട്ടിരിക്കുമ്പോൾ, അവനെ ആദ്യ ഭൂമിയിൽ വെച്ച് തന്നെ, പഴയ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ വിധിച്ചു എന്നും, ആ ശിക്ഷ അവനെ എവിടെ ആക്കിയിരുന്നു? ആ ഏദനിൽ നിന്ന് തന്നെ ദൈവം തീ പുറപ്പെടുവിച്ച് അവനെ ഭസ്മമാക്കി കളയുമെന്നും, ഏദനിൽ ദൈവം ഒരുക്കിയ പിശാചിനെ ഭസ്മമാക്കേണ്ട തീയാണ് ആദത്തിൽ ദൈവം ഒരുക്കിയ മനുഷ്യപുത്രനെന്നും, നിങ്ങൾ എന്ന് ബൈബിൾ പറഞ്ഞിട്ടത് മനസ്സിലാകാതെ പിശാച് വെച്ച് നീട്ടുന്ന ഭൂമിയുടെ നന്മകൾ അതിനെ മാത്രം ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുവാൻ വ്യാജ സുവിശേഷവും മതങ്ങളും ലോകം മുഴുവൻ ഞങ്ങളെ പിശാച് അതിലൂടെ പ്രേരിപ്പിക്കുമ്പോൾ, അങ്ങനെ പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞു, ഇതൊന്നും അല്ല നിങ്ങൾ അന്വേഷിക്കണ്ടേ, മുമ്പേ ദൈവരാജ്യം നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പിതാവോടുകൂടെ എന്നിൽ ജീവിക്കുന്ന രാജ്യം നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഭൗതിക വസ്തുക്കളും നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും എന്ന അരിമനാഥന്റെ ആ ശ്രേഷ്ഠമായ ആലോചന ഞങ്ങൾ തള്ളിക്കളഞ്ഞു പിതാവേ. എന്നാൽ ഇന്ന് അത് എത്രയോ ശ്രേഷ്ഠമാണ് എന്നും, ഇനിയും ഭൂമിയിലുള്ളതല്ല, നിങ്ങൾ യേശുവിനോട് മരിച്ചുയർത്തെന്നിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ എന്ന് ഞങ്ങളോട് അങ്ങ് ആജ്ഞാപിച്ച അങ്ങയുടെ വചനങ്ങളെ ഇതാ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രിയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി നന്ദി. ഈ മക്കളെ ഏവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. ഈ സന്ദേശം പിശാചിനും അവന്റെ അപ്പസ്തോലന്മാർക്കോ അവന്റേതായ എല്ലാ വ്യക്തികൾക്കോ ഇതൊരു അടിയും ഭയവുമാകയാൽ ഞാൻ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. അനേകരെ അങ്ങ് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ വീണുപോയവരെ അങ്ങ് തിരിച്ചു പിടിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ ഏൽപ്പിക്കുകയാണ്. അങ്ങ് എന്നെ ഏൽപ്പിച്ചത് അങ്ങയുടെ കൃപയാൽ കഥാവേ എന്നിലൂടെ അങ്ങ് റിലീസ് ചെയ്തതിനായി നന്ദി. ഈ കടന്നുപോയ വചനം അത് വെറുതെ മടങ്ങി വരാതെ അയച്ച കാര്യം സാധിച്ച് തന്നെ കടന്നു വരുന്നതാകയാൽ ഞാൻ നന്ദിയോടെ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഗോസ്പൽ ടിവിയെയും അങ്ങയുടെ മകൻ സാജുവിനെയും കുടുംബത്തെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അപ്പൊ ഈ സന്ദേശം കേട്ടവരെയും ഇത് കേൾക്കുവാൻ പോകുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരും അങ്ങയുടെ പദ്ധതികൾ മനസ്സിലാക്കി ക്രിസ്തുവിൽ അങ്ങയുടെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ ക്രിസ്തു എങ്ങനെ അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തു, അതേപോലെ ക്രിസ്തുവിൽ അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ ഏൽപ്പിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് ഇപ്പോൾ താൽക്കാലികമായ പല ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളുടെ മേൽ അങ്ങ് മഞ്ഞും മഴയുമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മമണ്ഡലം, ഇവരുടെ ദേഹി മണ്ഡലം, ഇവരുടെ ശരീരമണ്ഡലം, ഇവരുടെ ജോലി മണ്ഡലം, ബിസിനസ് മണ്ഡലം, സാമ്പത്തിക മണ്ഡലം എല്ലാം ഇപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. യേശു ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് കാൽവരിയിൽ തന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, ആരല്ല ഇത് എപ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നു, വിശ്വാസത്താൽ രക്തസ്രാവക്കാരത്തെ പോലെ വിശ്വാസത്താൽ ആരല്ല ഇത് ഏറ്റെടുക്കുന്നു, അവരുടെ മേലേക്ക് ഈ സൗഖ്യവും ഈ ദൈവിക ജീവനും ഈ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. നിത്യം നിങ്ങളുടെ അനുഗ്രഹമാകട്ടെ. ഈ അനുഗ്രഹം നിങ്ങളുടെ ഭൗതിക അനുഗ്രഹത്തിൽ ഒതുങ്ങുകയല്ല, നിത്യമായ സ്വർഗരാജ്യം അവകാശമാക്കുക. പിശാചിന്റെ മേലുള്ള ദൈവം നിയമിച്ച ന്യായവിധി നിങ്ങൾ നടപ്പിലാക്കുവാൻ ഇടയാക്കട്ടെ. സർവ്വമഹത്വം പിതാവ് ഞങ്ങൾ അംഗീകരിച്ചു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഏത് നിമിഷവും നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മുടെ ശത്രു ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ മുകളിലുള്ള ദൈവരാജ്യവുമായി ഒരു ലിങ്ക് ഉണ്ടാകണം. എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേലിന് ചുറ്റു ശത്രുക്കളുണ്ട്. ഒരു നിഴല് പറഞ്ഞു തരിക. ഇസ്രായേലിന് ചുറ്റു ശത്രുക്കളുണ്ട്. ഏത് നിമിഷം അടിച്ച് ഇല്ലാതെയാക്കും. എന്നാൽ ഇസ്രായേൽ അമേരിക്കയുമായിട്ടൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ഭയപ്പെട്ട് എളുപ്പത്തിൽ ആരും അടിക്കത്തില്ല. ഇതൊരു നിഴല് മാത്രമാണ്, ഞാൻ അതിന്റെ ആളല്ല. ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ തലയ്ക്ക് മുകളിൽ സർവ്വലോകവും പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. ഹല്ലേലൂയ. പിശാച് നമ്മളെക്കാൾ വലിയവനാ ജഡത്തിൽ ചിന്തിക്കുമ്പോൾ. എന്നാൽ മനസ്സിലാക്കിക്കോ, ഈ ദൈവരാജ്യത്തിലെ രാജാവ് നിന്റെ തലയ്ക്ക് മുകളിലുള്ള പിശാചിനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ഉള്ളിൽ വസിക്കുന്നവനുമായിട്ടൊരു ലിങ്ക്, ഒരു അലയൻസ് നിനക്കുണ്ടെങ്കിൽ മോനെ ഒരുത്തരും നിന്നെ തൊടത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ സ്വർഗീയ പിതാവുമായി ആ അലയൻസിൽ നമുക്ക് ജീവിക്കാം. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, റിട്രീറ്റ് മെയ് 5 തിങ്കളാഴ്ചയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിട്രീറ്റ്. നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. കടന്നു വന്നാട്ടെ. ഒരാഴ്ച മൊബൈലൊക്കെ ഓഫ് ചെയ്ത് ഈ ലോകത്തിലെ ടെൻഷനും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയിട്ട് ദൈവത്തോടു കൂടി ഇരിപ്പാൻ ഇങ്ങനൊരു സ്ഥലം ദൈവം നിങ്ങൾക്ക് ഒരുക്കിയപ്പോ അത് നഷ്ടപ്പെടുത്തണോ? സമയം അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ശ്വാസം തീരും. അതിനു മുമ്പ് പ്രിയമക്കളെ, അപ്പം നമുക്ക് ഒരുക്കിയതെന്ന് തിരിച്ചറിയാം. ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ ഇതിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ ഒരുക്കുന്നതിന്റെ ആ ശ്രേഷ്ഠമായ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇതാ ദൈവത്തിന് വചനം പറയും, ചെറിയാട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. കാത്തിരിക്കുന്ന അപ്പന്റെ അടുക്കിലേക്ക് നമുക്ക് യാത്രയാകാം. നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഗോസ്പൽ ടിവിയോടും സഞ്ജുവിനോടും കുടുംബത്തോടും ആ ശുശ്രൂഷ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ട്യൂൺ ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ആരും നഷ്ടപ്പെടുത്തരുത്. ക്രിസ്തു അനുഗമിക്കുക, ദൈവരാജ്യത്തിലെത്തുക. താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച സന്ദേശം ഉണ്ടായിരിക്കുന്നതല്ല, ദൈവം അനുവദിക്കുന്നില്ല. അതിന്റെ അടുത്ത ആഴ്ച നമ്മൾ എന്നാ കേൾക്കാൻ പോണേ? നമ്മൾ എങ്ങനെയാണ് പിശാചിനെ ന്യായം വിധിക്കുന്നതെന്ന് കേൾക്കാൻ പോണേ. ഓക്കെ, ദൈവം അനുവദിക്കുന്നെങ്കിൽ. താങ്ക് യു വെരി മച്ച്. സിസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്നും കേൾക്കുന്നില്ല, മ്യൂട്ടാ. അവസാനിപ്പിക്കാം, മീറ്റിംഗ് എൻഡ് ചെയ്യാം. ഓക്കെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഓക്കെ, അവസാനിപ്പിച്ചോട്ടെ. ഗ്ലോറി ടു